പെപ്പിന്റെ ക്രാഷ് കോഴ്സ് CUT UG ക്രാഷ് കോഴ്സിന്റെ ബാച്ചായിരുന്നു. ആൻഡ് ഇപ്പൊ ഞാൻ ഇവിടെ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ സെന്റ് സ്റ്റീഫൻസ് കോളേജിലെ ഫസ്റ്റ് ഇയർ BA എക്കണോമിക്സ് ഓണർ സ്റ്റുഡന്റ് ആണ്. സോ ഈ സെഷനിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ ആ ഒരു ജേർണി എങ്ങനെയായിരുന്നു എന്ന് ഡിസ്ക്രൈബ് ചെയ്യാനും, എനിക്ക് ആ ടൈമിൽ ഉണ്ടായിരുന്ന കുറെ ഡൗട്ട്സ് ഉണ്ടായിരുന്നു. എനിക്കിങ്ങനെ ഒരു ഐഡിയ ഉണ്ടായില്ല ഇവിടെ ഇങ്ങനെയാണ് സിസ്റ്റം എന്നൊക്കെ. അപ്പോ എനിക്ക് ആ ടൈമിൽ ഉണ്ടായ ഡൗട്ട്സ് ക്ലിയർ അപ്പ് ചെയ്ത് തരാനും, നിങ്ങളെങ്ങനെ എൻ്റെ ഒരു സ്ട്രാറ്റജി സംഭവങ്ങളൊക്കെ പറഞ്ഞ്, കാര്യം എല്ലാവർക്കും അവരുടേതായ രീതികളായിരിക്കും പഠിക്കാനൊക്കെ, എന്നാലും എൻ്റെ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പ് ഉണ്ടാവുകയാണെങ്കിൽ അതൊക്കെ എനിക്ക് ഷെയർ ചെയ്യാനായിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. സോ ഇത് കഴിഞ്ഞിട്ട് ഞാൻ അത്യാവശ്യം പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എൻ്റെ അടുത്ത് ചോദിക്കാനുള്ള എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ചോദിക്കാം. എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാനത് പറഞ്ഞു തരാം. സോ ഇപ്പോൾ നമുക്കിനി കൂടുതലൊന്നും പറയാൻ, ലൈക്ക് കൂടുതൽ ഇൻട്രോ ഇനി ആവശ്യമില്ല എന്ന് തോന്നുന്നു. സ്ട്രെയിറ്റ് നമുക്ക് സെഷനിലോട്ട് കിടക്കാം. സോ ഞാൻ ഫസ്റ്റ് തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിനെ പറ്റി പറഞ്ഞ് സ്റ്റാർട്ട് ചെയ്യാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇന്ത്യയിലെ തന്നെ ലൈക്ക് വൺ ഓഫ് ദി ബെസ്റ്റ് യൂണിവേഴ്സിറ്റീസ് ആണ് ഡൽഹി യൂണിവേഴ്സിറ്റി. ഇവിടുത്തെ എനിക്ക് ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ട ഒരു കാര്യം സിലബസിന്റെ സ്റ്റാൻഡേർഡ് ആണ്. ലൈക്ക് ഞാൻ +2 കഴിഞ്ഞ് ഇങ്ങനെ CUT എഴുതണേന് എഴുതി കഴിഞ്ഞു. ലൈക്ക് കിട്ടോ കിട്ടില്ല എന്നുള്ളൊരു ഡൗട്ടിൽ ഒരു ബാക്കപ്പ് ഓപ്ഷൻ പോലെ ചെന്നൈയിലെ ഒരു കോളേജിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. അവിടെ ഞാൻ യൂണിവേഴ്സിറ്റി ഓഫ് മദ്രാസിന്റെ കീഴിലാണ് പഠിച്ചത്. അവിടെ ഞാൻ അത്യാവശ്യം ലൈക്ക് ഒരു 2 months സ്പെൻഡ് ചെയ്തു. എക്കണോമിക്സ് തന്നെയായിരുന്നു എൻ്റെ അവിടത്തെയും കോഴ്സ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. എനിക്കപ്പോ ഈ രണ്ട് സിലബസും തമ്മിൽ കമ്പയർ ചെയ്യാൻ നല്ലോണം പറ്റിയാൻ, ഇത് ഭയങ്കര ഒരു സ്റ്റാൻഡേർഡ് ഡിഫറൻസ് ആണ് അവിടുത്തെ സിലബസും ഇവിടുത്തെ സിലബസും തമ്മിലുള്ളത്. അതിപ്പോ എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഇപ്പൊ നാട്ടില് നമ്മുടെ MG യൂണിവേഴ്സിറ്റിയിലൊക്കെ ജോയിൻ ചെയ്തവരുണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് എല്ലാവരും പറഞ്ഞ ഒരു കാര്യം അതായിരുന്നു, സ്റ്റാൻഡേർഡ് ഓഫ് സിലബസ്. ലൈക്ക് ഇവിടെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഭയങ്കര അഡ്വാൻസ്ഡ് ലെവൽ. ഓർ ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ എൻ്റെ കോർ സബ്ജക്ട് എക്കണോമിക്സ് ആണ്, അതുകൊണ്ട് ഞാൻ പറയുമ്പോൾ മിക്കവാറും എക്സാമ്പിൾസ് പറയുന്നതൊക്കെ എക്കണോമിക്സ് തന്നെയായിരിക്കും. പക്ഷെ ഏത് കോഴ്സ് എടുത്താലും ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സിലബസിന് അതിൻ്റെതായ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. ഈ സ്റ്റാൻഡേർഡ് കാരണം തന്നെ ഇച്ചിരി ചലഞ്ചിങ് ആണ്. പക്ഷെ അതിന്റെ ഒരു വിലയാണ് ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഗ്രാജുവേറ്റ് ആയി പോവുക എന്ന് പറഞ്ഞാൽ തന്നെ. ലൈക്ക് ഈ സ്റ്റാൻഡേർഡ് സിലബസ് പഠിച്ചതിന്റെ ഒരു വില തന്നെയാണ് ആൾക്കാർ നമുക്ക് തരാം. പിന്നെ ഉള്ളത് ഡൽഹി യൂണിവേഴ്സിറ്റി നിങ്ങൾക്ക് അറിയുന്ന പോലെ നോർത്ത് ക്യാമ്പസ്, സൗത്ത് ക്യാമ്പസ്, ഓഫ് ക്യാമ്പസ് ആണ്. ഇപ്പൊ ഞാൻ പഠിക്കുന്നത് സെന്റ് സ്റ്റീഫൻസ് കോളേജ്, അത് നോർത്ത് ക്യാമ്പസിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. ആൻഡ് ഈ ഹിന്ദു കോളേജ്, സെന്റ് സ്റ്റീഫൻസ്, പിന്നെ മിറണ്ട, ഹൻസ്രാജ്, കിരോരിമിൽ, ഇതൊക്കെയാണ് നോർത്ത് ക്യാമ്പസ്. അപ്പൊ നിങ്ങൾ എപ്പോഴും പ്രിഫറൻസ് ഒക്കെ വെക്കുകയാണെങ്കിൽ ഫസ്റ്റ് നോർത്ത് ക്യാമ്പസ് വെക്കണമെന്ന് ഞാൻ പറയാം. കാരണം ജോഗ്രഫിക്കലി പറയുകയാണെങ്കിൽ നോർത്ത് ക്യാമ്പസ് ഒക്കെയാണ് ഒരു ഒരുമിച്ച് വരുന്ന ഒരു സെക്ഷൻ എന്ന് പറയാം. പിന്നെ നമ്മൾ ഇത് നോക്കുകയാണെങ്കിൽ ലൈക്ക് റാങ്കിങ്സ് അതുപോലെയൊക്കെ നോക്കുകയാണെങ്കിലും നോർത്ത് ക്യാമ്പസ് തന്നെയാണ് ഏറ്റവും ഹൈ ആയിട്ട് വരാം. അതുകൊണ്ട് എപ്പോഴും നമ്മൾ ഈ CUTയുടെ കട്ട് ഓഫ് നോക്കിയാൽ വരെ നോർത്ത് ക്യാമ്പസിൽ കയറാനാണ് ടഫായിട്ടുള്ളത്. ഇപ്പൊ പ്രിഫറൻസ് ലിസ്റ്റ് ഒക്കെ മേക്കപ്പ് ചെയ്യുമ്പോൾ നോർത്ത് ക്യാമ്പസ് എപ്പോഴും ഫ്രണ്ടിൽ വെക്കാൻ നോക്കുക. പിന്നെ എനിക്കുണ്ടായിരുന്ന കുറച്ച് ഡൗട്ടായിരുന്നു ഇത് പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ്, എങ്ങനെയാണ് ലൈക്ക് ഇവിടുത്തെ ഒരു കോഴ്സ് സ്ട്രക്ചർ. അത് ഇപ്പൊ ഞാൻ ചെറുതായിട്ടൊന്ന് ലൈക്ക് ഡിസ്ക്രൈബ് ചെയ്യാന്ന് വിചാരിച്ചു. ഇത് വലിയ കാര്യമായിട്ട് നിങ്ങൾ ഇപ്പോഴേ അറിയേണ്ട ആവശ്യമില്ല. സ്റ്റിൽ ലൈക്ക് ഇവിടെ മെയിൻ ഉള്ളത് BA ഓർ BSc ഓണേഴ്സ് കോഴ്സ്. എൻ്റെ ഇപ്പൊ BA ഓണേഴ്സ് കോഴ്സ് ആണ്. പിന്നുള്ളത് BA പ്രോഗ്രാം ആണ്. ഈ BA പ്രോഗ്രാം കുറെ പേർക്കൊരു ലൈക്ക് മിസ്കൺസെപ്ഷൻ ഉണ്ട്, ഇത് ഭയങ്കര നിസ്സാരം ഒരു കോഴ്സാണ്, ഇതൊന്നും പഠിക്കാൻ ഡൽഹി വരെ വരണ്ടാന്ന്. ഞാൻ അതിലൊരാളായിരുന്നു. അങ്ങനത്തെ ഒരു തോട്ട് ആർക്കെങ്കിലും ഉണ്ടോ എന്ന് വിചാരിച്ച് ഞാനൊന്ന് പറയുന്നതേ ഉള്ളൂ. എനിക്കിപ്പോ ഇവിടെ ഞാൻ ഫസ്റ്റ് സെമിസ്റ്റർ കംപ്ലീറ്റ് ചെയ്യാറായി. അപ്പൊ എനിക്ക് ഒരു സെമ്മിലുള്ളത് 7 പേപ്പേഴ്സ് ആണ്. അതിലിപ്പോ ഞാൻ എക്കോ ഓണേഴ്സ് ആയതുകൊണ്ട് ഈ 3 പേപ്പറും എക്കണോമിക്സ് റിലേറ്റഡ്, അടുത്തൊരു പേപ്പർ നമുക്ക് വേറൊരു ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ചൂസ് ചെയ്യാൻ പറ്റാവുന്ന ഒരു പേപ്പറാണ്. അതിപ്പോ നമുക്ക് ഏത് ലൈക്ക് എക്കണോമിക്സ് അല്ലാണ്ട് വേറെ ഏത് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് ഒരു പേപ്പർ ചൂസ് ചെയ്യാം. പിന്നെ അതല്ലാണ്ട് 3 വേറെ ഓപ്ഷണൽ പേപ്പേഴ്സും വരും. ഇനി BA പ്രോഗ്രാം ആണെങ്കിൽ ഇപ്പൊ എനിക്ക് 2 സബ്ജക്ട്സ് ഒരുമിച്ച് പഠിക്കുക എന്നുള്ളതാണ് അതിന്റെ ഒരു ബെനിഫിറ്റ് വരുന്നത്. ഇപ്പൊ എക്കോ പ്ലസ് പൊളിറ്റിക്സ് ഒക്കെയാണ് സ്റ്റീഫൻസിൽ മെയിൻ ആയിട്ടും വരുന്ന BA പ്രോഗ്രാം കോഴ്സ്. അതിലൊരു സബ്ജക്ട് നമ്മുടെ മേജർ ആയിരിക്കും, അടുത്ത സബ്ജക്ട് നമ്മുടെ മൈനർ ആയിരിക്കും. ഞാനിപ്പോ സിലബസ് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റിൽ വന്നിരുന്നത് മിറന്റയിലെ എക്കോ പ്ലസ് മാത്സ് കോഴ്സ് ആയിരുന്നു. അന്ന് എനിക്ക് ഭയങ്കര ഡൗട്ടായിരുന്നു, BAP ഒക്കെ പഠിക്കാനായിട്ട് ഡൽഹി വരെ വരണോ. അന്ന് ഞാൻ ജിഹാദ മാമിനൊക്കെ ഒരു 100 വട്ടം വിളിച്ചിട്ടുണ്ട്, BAP ഒക്കെ വേർത്തിട്ടാണോ. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് മനസ്സിലായത് BAPക്കും ഇപ്പൊ ഞാൻ എക്കോ ഓണേഴ്സ് ആണ്, എക്കോ പ്ലസ് പൊളിറ്റിക്കൽ സയൻസിൽ പഠിക്കുന്ന ഒരാൾക്കും എനിക്കും ഒരു പേപ്പർ സെയിം തന്നെയാണ്. അടുത്ത പേപ്പർ എനിക്ക് തോന്നുന്നു മാത്സ് പേപ്പർ മാത്രമാണ് ഒരു ഇച്ചിരി ഈസി ആയിട്ട് വരാം.
പിന്നെ എനിക്ക് നാട്ടിലെയും ഇത് വെച്ച് കമ്പയർ ചെയ്യാൻ ലൈക്ക് ഞാൻ ഉദ്ദേശിക്കുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റി എന്തോരം അഡ്വാൻസ്ഡ് ആണെന്ന് നിങ്ങളെ കാണിക്കാൻ വേണ്ടി പറഞ്ഞതാണ്. ഇപ്പൊ നാട്ടിൽ നമ്മൾ 4 കൊല്ലത്തെ ഓണേഴ്സ് ഡിഗ്രി ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ 4 കൊല്ലം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒരു ഓണേഴ്സ് ഡിഗ്രി ആണെങ്കിൽ ഇവിടെ നമ്മൾ 4 കൊല്ലം നിന്ന് നമുക്ക് കിട്ടുന്നത് ഓണേഴ്സ് ഡിഗ്രി വിത്ത് റിസർച്ച് ആൻഡ് ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ ഈ ജനറൽ എലക്റ്റീവ് എന്ന് പറഞ്ഞ് നമ്മളൊരു പേപ്പർ പഠിക്കും. അത് നമ്മുടെ കോർ സബ്ജക്റ്റ് അല്ലാത്തൊരു സബ്ജക്റ്റ്. അതിന്റെ ഒരു മൈനർ ഡിഗ്രിയും കൂടിയാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ഇവിടുത്തെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ ഞാൻ വന്നിട്ട് ഞാൻ പറഞ്ഞില്ല, സിലബസിന്റെ സ്റ്റാൻഡേർഡിനും അത് ഫസ്റ്റ് പോയിന്റ്. രണ്ടാമത്തെ പോയിന്റ് ഇവിടുത്തെ എക്സ്പോഷർ. കാരണം ഇവിടെ വന്ന് നമ്മൾ പഠിക്കാൻ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ കൂടെ പഠിക്കുന്ന ആൾക്കാരുടെ ആ ഒരു എൻവയൺമെന്റ് നമ്മളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുമല്ലോ. ഇപ്പൊ എന്റെ കൂടെ പഠിക്കുന്നത് എന്ന് പറഞ്ഞാൽ പഞ്ചാബികളുണ്ടാവും, സിഖുകാരുണ്ടാവും, ജെയിൻകാരുണ്ടാവും, ലൈക്ക് നമ്മൾ കാണാത്ത പല കമ്മ്യൂണിറ്റീസും ഉണ്ടാവും. ഇപ്പൊ സ്റ്റീഫൻസ് എന്നൊക്കെയാണ് പറയപ്പെടുന്നത് ലൈക്ക് നോർത്ത് ക്യാമ്പസിലെ ഏറ്റവും കൂടുതൽ മലയാളീസ് ഉള്ളത്. അപ്പൊ CUT വന്നേ പിന്നെ ഇപ്പൊ ഇവിടത്തെ മലയാളീസ് കുറഞ്ഞുകൊണ്ടിരിക്കണേ. കൂടെയുള്ള മലയാളീസ് ആണെങ്കിൽ അങ്ങനെ ലൈക്ക് പ്രോപ്പർ മലയാളീസ് ഒന്നുമല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കോളേജിൽ ചെന്നാന്ന് വെച്ചാൽ അങ്ങനെ മലയാളം പറയാനൊന്നും ആൾക്കാർ ആരുമില്ല, ഫുൾ ഇംഗ്ലീഷ് സംസാരിക്കണം. അതുകൊണ്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ ലൈക്ക് നാട്ടിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചാലും എഴുതുമ്പോൾ മാത്രമാണ് ഇംഗ്ലീഷിൽ എഴുതുള്ളൂ. ലൈക്ക് സംസാരിക്കൊക്കെ മിക്കവാറും മലയാളത്തിലായിരിക്കും. അപ്പൊ ആ ഒരു കമ്മ്യൂണിക്കേഷന്റെ ഒരു രീതിയിലേക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് ഒന്ന് ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് തന്നെ ഇപ്പൊ തോന്നുന്നുണ്ട്. പിന്നെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിലും ഫാക്കൽറ്റീനേക്കാളും കൂടുതൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് അവരാണെന്ന് എനിക്കിപ്പോ തോന്നാറുണ്ട്. ഇവിടെ നമ്മൾ വന്നു കഴിയുമ്പോൾ നാട്ടിലൊക്കെ നിന്ന് കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നമ്മളൊരു ടോപ്പറൊക്കെ ആയിട്ട് പോകും, എല്ലായിടത്തും അങ്ങനെയൊക്കെ തന്നെ. ഞാൻ ചെന്നൈ ചെന്ന് പഠിച്ചപ്പോഴാണെങ്കിൽ എനിക്ക് അത്രയും ഒരു വലിയ ഇഷ്യൂ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്ന് പഠിക്കുമ്പോൾ ഉള്ള ഇതെന്ന് വെച്ചാൽ നമ്മുടെ കൂടെ ഇരിക്കുന്നവരെല്ലാവരും തന്നെ ഈ എൻട്രൻസിൽ മിക്കവാറും നമ്മുടെക്കായും കൂടുതൽ മാർക്ക് അവർ ലൈക്ക് നമ്മുടെക്കായും കൂടുതൽ നോളജ് അങ്ങനെയൊക്കെ ഉള്ള ഒരു കാറ്റഗറി ആയിരിക്കും. അതായത് നമ്മുടെ ക്ലാസ് മൊത്തം ഒരു നല്ല ലെവലിൽ ചിന്തിക്കുന്ന പിള്ളേരായിരിക്കും. അവരുടെ ഡൗട്ട് വരെ ഗൂഗിൾ ചെയ്യേണ്ട അവസ്ഥയൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിലൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ആ പിള്ളേരുടെ കൂടെ. ലൈക്ക് ഞാനൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഇവരുടെ കൂടെയൊക്കെ പഠിച്ച് ഞാനിങ്ങനെ ലൈക്ക് ആകെ ഒരു ഇതായി പോവോ, വിഷമായി പോവോ, ഇവരുടെ കൂടെ ഞാൻ ഒന്നും അല്ലാണ്ടായി പോവോ എന്നൊക്കെ ഒരു വിചാരിച്ചൊരു മൊമെന്റ് ഒക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് ഇപ്പൊ അതൊക്കെ ആദ്യത്തെ ഒരു മാസമൊക്കെ ആയിരുന്നു. ഇപ്പൊ ഞാനിപ്പോ ഞാൻ പറഞ്ഞ പോലെ ഫസ്റ്റ് സെം കഴിയാറായി. 4th മന്ത് ആയി ഞാൻ സ്റ്റീഫൻസിൽ ജോയിൻ ചെയ്തിട്ട്. ഇപ്പൊ എനിക്ക് ഇരിക്കുമ്പോ ഞാൻ തന്നെ ഒന്ന് ഇമ്പ്രൂവ് ആയ പോലെ എനിക്ക് തോന്നുന്നു. അതെന്നാ ഫാക്കൽറ്റിയുടെ ഗുണം, ഫാക്കൽറ്റി നല്ലതാണ്, അതിൽ കൂടുതലായിട്ട് ആ പിള്ളേരിൽ നിന്ന് കിട്ടുന്ന ഒരു ഇൻഫ്ലുവൻസ് ഉണ്ട്. അതൊക്കെ നമുക്ക് ഇവിടെ വന്നാൽ കിട്ടുന്ന ഒരു എക്സ്പോഷറാണ്. ഈ ഞാൻ CUTക്ക് പഠിക്കാൻ തുടങ്ങിയപ്പോ തൊട്ട് ഞാൻ കേൾക്കുന്ന ഒരു വാക്കാണ് ഡൽഹി വന്ന് എക്സ്പോഷർ കിട്ടും. അതിന്റെ ലൈക്ക് കറക്റ്റ് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഡൽഹി തന്നെ വന്ന് പഠിക്കണം. ലൈക്ക് നമ്മുടെ ക്ലാസ്സിലെ പിള്ളേരുടെ ചില ഡൗട്ടൊക്കെ കേട്ട് നമ്മളൊക്കെ ഞെട്ടിയിരിക്കും. അത് കഴിഞ്ഞ് നമ്മൾ പിന്നെ അതിങ്ങനെ സെർച്ച് ചെയ്ത് നമുക്ക് തന്നെ തോന്നും നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കണം, നമുക്ക് തന്നെ നന്നാവണം, നമുക്ക് തന്നെ പഠിക്കണം. അങ്ങനത്തെ ലൈക്ക് നമുക്ക് തന്നെ ഇമ്പ്രൂവ് ആവണം. നമ്മുടെ ഏതൊക്കെ സൈഡാണ് വീക്ക്, നമ്മുടെ ഏതൊക്കെ സൈഡാണ് സ്ട്രോങ്, ഇനി ഏതൊക്കെ വഴിയിലേക്ക് നമുക്ക് പോവാൻ പറ്റും, അങ്ങനെയുള്ള കുറെ ചിന്തകൾ നമ്മുടെ ഉള്ളിലേക്ക് വരും. ഇപ്പൊ എന്റെയൊക്കെ ഒരു ഗ്രേറ്റസ്റ്റ് ഡ്രീം ആയിരുന്നു സ്റ്റീഫൻസിൽ കയറുക ഓർ ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുക. അതിനപ്പുറത്തേക്ക് ലൈക്ക് ഇത് കഴിഞ്ഞ് എന്തെന്ന് ചോദിച്ചാൽ എനിക്ക് അങ്ങനെ വലിയൊരു ആൻസർ ഒന്നും ഉണ്ടായില്ല. ഇവിടെ നമ്മളിങ്ങനെ കുറെ സീനിയേഴ്സ് ഒക്കെ ആയിട്ട് ഇന്ററാക്ട് ചെയ്ത് വരുമ്പോ അവരുടെ കാര്യങ്ങളൊക്കെ കേട്ട് കഴിയുമ്പോൾ നമ്മൾ വിചാരിക്കും എനിക്ക് തന്നെ ഇപ്പൊ ഒരു ഞാൻ കേൾക്കാത്ത കുറെ കോളേജുകളൊക്കെ ഞാൻ ഇപ്പൊ സെർച്ച് ചെയ്ത് തുടങ്ങി. പിന്നെ ഇനി എന്ത് എൻട്രൻസ് എക്സാംസ് എഴുതണം, ഇനി ഏത് വഴിയിലോട്ട് തിരിക്കണം, അങ്ങനെ ഒരു വൈഡ് നമ്മൾ അറിയാത്ത കുറെ ഓപ്പർച്യൂണിറ്റീസ് ഇവിടെ ഉണ്ടെന്നും നമ്മൾ അറിയാത്ത കുറെ സാധനങ്ങളെ പറ്റി നമ്മൾ സെർച്ച് ചെയ്ത് നമ്മുടെ ആ ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിനെ കുറെ വൈഡർ ആക്കുകയാണ് ശരിക്കും ഈ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ എക്സ്പോഷർ വഴി. ഇനി അപ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ ലൈക്ക് ഇവിടെ വരുന്നതിന് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട് ഓഫ് കോഴ്സ്. ലൈക്ക് നമ്മുടെ നാട്ടിലെ കുറെ കാര്യങ്ങൾ മിസ് ഔട്ട് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് കേരളത്തിലോട്ട് അങ്ങനെ എപ്പോഴും എപ്പോഴും നമുക്ക് പോയി വരാനൊന്നും പറ്റില്ല. ഇവിടെ കിട്ടുന്ന ബ്രേക്കുകളാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു ബ്രേക്കുകളാണ്. അപ്പൊ അങ്ങനെ പറ്റാണെങ്കിൽ നാട്ടിൽ പോവാം എന്നുള്ളൊരു ഇതേ ഉള്ളൂ. എന്നാൽ അതിൽ കൂടുതൽ നമുക്ക് നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യണമെങ്കിൽ ഞാൻ എപ്പോഴും പറയും ഡൽഹി യൂണിവേഴ്സിറ്റി ഇസ് ദ ബെസ്റ്റ് ഓപ്ഷൻ. കാര്യം ഞാനിവിടെ ഒരു 4 months ആയിട്ടുള്ളൂ, പക്ഷെ ആ ഡിഫറൻസ് എനിക്ക് തന്നെ നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇനി ഞാൻ എന്റെ ആ ഒരു ജേർണിയിലേക്ക് കടക്കാം, ലൈക്ക് എന്റെ CUT പ്രിപ്പറേഷൻ ആ ഒരു സൈഡിലേക്ക്. അപ്പോ CUTക്ക് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് ഇയർ ഡിസംബർ ഒക്കെ ആയപ്പോ ഞാനും നിങ്ങളുടെ ഒരു അവസ്ഥയിലൊക്കെ ആയിരുന്നു ഇരുന്നിരുന്നത്. ലൈക്ക് ഞാൻ അവസാന നിമിഷം പഠിച്ചു തുടങ്ങുന്ന ഒരാളായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഡിസംബർ ജാനുവരി ഒക്കെ ആയപ്പോ ബോർഡ് എക്സാം, മോഡൽ എക്സാമിന്റെ സ്ട്രെസ്, പ്രാക്ടിക്കൽ എക്സാംസ്,
അങ്ങനെ എല്ലാം കൂടിയായി. അതിന്റെ ഇടയിൽ കൂടെയാണ് ഞാൻ ആലോചിക്കുന്നത് ഞാൻ CUT ഒന്നും പഠിച്ചില്ല. പിന്നെ അങ്ങനെ ടെൻഷനായി. അത് കഴിഞ്ഞ് ഞാൻ ഇതേപോലെ തന്നെ കുറെ മറ്റേ മീറ്റ് ദ സ്കോളർ പരിപാടി അങ്ങനത്തെ എല്ലാത്തിനും കയറി നോക്കി ഇത് എങ്ങനെയാണ് CUT. എനിക്കാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഒരുമാതിരി പരിചയമുള്ള ഒരാൾ പോലും എന്റെ പഠിക്കാനുള്ള, ഡൽഹിയിൽ പോലും എനിക്ക് പരിചയമുള്ള ആൾക്കാരില്ല. വീട്ടിലപ്പോ ഇങ്ങനെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ ഡൽഹി വരെയൊക്കെ ഒരു ഡിഗ്രി പഠിക്കാൻ പോകണോ എന്നുള്ളൊരു തോട്ടൊക്കെ ആയിരുന്നു. അപ്പോ അത്രയും കൺഫ്യൂഷനിലായിരുന്നു ഞാൻ കഴിഞ്ഞ കൊല്ലം നിന്നിരുന്നത്. എന്നാലും ഞാൻ അതിന്റെ ഇടയ്ക്ക് വിചാരിച്ചു എന്തായാലും അപ്ലൈ ചെയ്തിട്ടേക്കാം, പഠിച്ചിട്ടൊന്നും ഇല്ലെങ്കിൽ. ഒരു രീതിക്കാണ് ഞാൻ അപ്ലൈ ചെയ്യുന്നത്. ആ സമയം ഞാൻ പെപ്പിൽ ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ജോയിൻ ചെയ്തത്. അപ്പൊ അങ്ങനെയാണ് എനിക്ക് ഫെബ്രുവരി ഞങ്ങളുടെ ഒരു ഇച്ചിരി ലേറ്റ് ആയിട്ടാണ് ആപ്ലിക്കേഷൻ ഒക്കെ വന്നത്. ഇങ്ങനെ ജോയിൻ ചെയ്തു. അപ്പൊ ലൈക്ക് ആപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോ പിന്നെ ഞാൻ ആ ടൈമിലാണ് ഞാൻ യൂണിവേഴ്സിറ്റിയിലെ ലൈക്ക് പോർട്ടലൊക്കെ എടുത്ത് നോക്കണം, യൂണിവേഴ്സിറ്റിയുടെ ലിസ്റ്റ് നോക്കണേ. അപ്പൊ ഇപ്പൊ ലൈക് ഗൈഡ് ലൈൻസ് ഒക്കെ ചെക്ക് ചെയ്ത് വേണം നിങ്ങൾ ആ ഫോം ഫില്ല് ചെയ്യുമ്പോൾ അതിന്റെ സൈറ്റാണ് ഞാൻ ഇവിടെ മെൻഷൻ ചെയ്തേക്കണേ. ഇതിലാണ് അവർ ഗൈഡ് ലൈൻസും അതൊക്കെ ഷെയർ ചെയ്യണം. അപ്പൊ ആ PDFs ഒക്കെ നല്ലോണം ചെക്ക് ചെയ്യുക. അതിന് പെപ്പ് ഓഫ് കോഴ്സ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. ഞാൻ പിന്നെ ഓരോ യൂണിവേഴ്സിറ്റിക്കും അവരവരുടെ സബ്ജക്ട് കോമ്പിനേഷൻസ് കൊടുത്തിട്ടുണ്ടാവും ഈ സൈറ്റിൽ തന്നെ. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റി ആണ് നിങ്ങളുടെ താല്പര്യം, ഈ ജനറൽ ടെസ്റ്റ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു കമ്പൽസറി പേപ്പർ അല്ല, കോഴ്സ് വൈസ് ആട്ടോ ഞാൻ പറയണേ. BA ഓണേഴ്സിനും BSc ഓണേഴ്സിനും എനിക്ക് തോന്നുന്നു ഒരു സബ്ജക്റ്റിനും അങ്ങനെ ജനറൽ ടെസ്റ്റ് അത്യാവശ്യമായിട്ട് വരുന്നില്ല. അപ്പൊ ഇപ്പൊ എക്കണോമിക്സ് ഓണേഴ്സ് ആണ് എടുക്കേണ്ടെങ്കിൽ മാത്സ് കമ്പൽസറി പേപ്പറാണ് മാത്സ് പഠിക്കുന്നത്. അപ്പൊ അങ്ങനെ ഓരോ സബ്ജക്റ്റിലേക്ക് നിങ്ങളുടെ ഇഷ്ടമുള്ള സബ്ജക്ട് ഏതാണ് അത് ആ ലിസ്റ്റിൽ എടുത്ത് ചെക്ക് ചെയ്യുക, അതിന്റെ കണ്ടീഷൻസ് നോക്കുക, അതനുസരിച്ച് മാത്രം നിങ്ങൾ ഫില്ലപ്പ് ചെയ്യാൻ നോക്കുക, ലൈക്ക് CUTയുടെ ആപ്ലിക്കേഷൻ ഫോം. പിന്നെ യൂണിവേഴ്സിറ്റീസ് ആണെങ്കിലും നിങ്ങളുടെ കോഴ്സിന് ഏതാണ് ബെസ്റ്റ് യൂണിവേഴ്സിറ്റി, ലൈക്ക് CUTയുടെ അടിയിൽ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല, ഇഷ്ടംപോലെ ലൈക്ക് കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതാണ് നിങ്ങളുടെ ഞാൻ എനിക്കൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോ ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമല്ല, പോണ്ടിച്ചേരി, ഹൈദരാബാദ്, അങ്ങനെ വേറെ എന്തൊക്കെയോ യൂണിവേഴ്സിറ്റി വെച്ചായിരുന്നു. പിന്നെ അറ്റ് ദി എൻഡ് ഞാൻ നോക്കിയത് ഡൽഹി യൂണിവേഴ്സിറ്റി മാത്രമായിരുന്നു. അങ്ങനെ പിന്നെ CUT പ്രിപ്പറേഷൻ ഞാൻ ഈ പറഞ്ഞ പോലെ ഒരു ലാസ്റ്റ് ടൈം പഠിക്കാൻ നോക്കിയ ആളായിരുന്നു. അതൊട്ടും നല്ല സ്വഭാവമല്ല. സ്റ്റിൽ എനിക്കപ്പോ ബിഗിനിങ്ങിൽ ഞാൻ ജാനുവരിലൊക്കെ തുടങ്ങി കഴിഞ്ഞപ്പോ ഓഫ് കോഴ്സ് നമുക്ക് മോഡൽ എക്സാംസ് വരുന്നുണ്ട്, ബോർഡ് എക്സാംസ് വരുന്നുണ്ട്. അത് വിട്ട് കളഞ്ഞ് നമുക്ക് CUTക്ക് പഠിക്കാൻ പറ്റില്ല. എന്റെ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് നമ്മൾ CUTനെയും ബോർഡ് എക്സാമിനെയും രണ്ടായിട്ട് കാണേണ്ട ഒരു ആവശ്യമില്ല. CUTയുടെ സിലബസ് എന്ന് പറയുന്നത് NCERT മാത്രമാണ്. അതങ്ങനെ ഒട്ടും നമുക്ക് പഠിച്ചാൽ കിട്ടാത്ത അത്രയും ടഫ് ലെവലിലൊന്നും CUTയുടെ ക്വസ്റ്റ്യൻസ് പോവില്ല. നമ്മളൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്, മര്യാദയ്ക്ക് NCERT പഠിച്ചിട്ടുണ്ട് എങ്കിൽ CUT നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ലൈക്ക് ഐ ഗ്യാരണ്ടി ദാറ്റ്. ഞാനിങ്ങനെ കുറെ വെബ്സൈറ്റിൽ ഇങ്ങനെ നമ്മൾ ചുമ്മാ പോയി MCQ ഒക്കെ സെർച്ച് ചെയ്യുമ്പോൾ ഹിസ്റ്ററി, ഞാൻ ഹ്യൂമാനിറ്റീസ് വിത്ത് മാത്സ് സ്റ്റുഡന്റ് ആയിരുന്നു. ഈ ഹിസ്റ്ററി പൊളിറ്റിക്സ് ഒക്കെ ഞാൻ സെർച്ച് ചെയ്ത് പോയി കഴിയുമ്പോൾ ഇങ്ങനെ കുറെ അനാവശ്യ ക്വസ്റ്റ്യൻസ് ഒക്കെ കണ്ട് ടെൻഷൻ അടിച്ചിട്ടുണ്ട്. പക്ഷെ NCERT ആണ് CUTയുടെ മെയിൻ സാധനം. അത് നിങ്ങൾ തറോ ആയിട്ട് പഠിക്കുക. എന്റെ പ്രിപ്പറേഷൻ സ്ട്രാറ്റജി എന്ന് പറയാൻ മാതിരി ഞാൻ തൊട്ടൊക്കെ നമ്മുടെ ബോർഡ് എക്സാം വരെയൊക്കെ ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത് എന്റെ ബോർഡ് എക്സാംസിനെ തന്നെയാണ്. അപ്പൊ ഞാൻ ഒരു ചാപ്റ്റർ പഠിക്കും. അപ്പൊ ഹിസ്റ്ററി ഒക്കെ ആണെങ്കിൽ ആ ഒരു ചാപ്റ്റർ പഠിക്കും. ആ ചാപ്റ്ററിൽ ഇപ്പൊ NCERT ആണെങ്കിൽ അതിലെ ബോക്സുകൾ അടക്കം ലൈക്ക് എല്ലാം തറോ ആയിട്ട് വായിച്ചു പഠിക്കുക. ഈ NCERTയിൽ അവിടെ എവിടെയൊക്കെ കുഞ്ഞു കുഞ്ഞു ബോക്സുകളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. CUTയിൽ തറോ ആയിട്ട് NCERT പഠിക്കണം. ഏത് മൂലക്കാണ് ക്വസ്റ്റ്യൻ വരണതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അങ്ങനെ ആ ബോക്സുകളെല്ലാം പഠിക്കും. അത് കഴിഞ്ഞ് ഞാൻ തന്നെ ഒരു ചാപ്റ്ററിന്റെ ഒരു നോട്ട് ഉണ്ടാക്കും. അത് കഴിഞ്ഞ് CUTയുടെ ഭാഗമായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരുന്നത് എന്ന് പറഞ്ഞാൽ MCQs പ്രാക്ടീസ് ചെയ്യുക. ആ ചാപ്റ്റർ പഠിക്കും, ആ ചാപ്റ്ററിന്റെ MCQ ഞാൻ ചുമ്മാ ഗൂഗിളിൽ ആ ചാപ്റ്ററിന്റെ പേരൊക്കെ അടിച്ചു നോക്കി കുറച്ച് MCQs ചെയ്യും. പിന്നെ പെപ്പിൽ ജോയിൻ ചെയ്ത് പിന്നെയാണെങ്കിൽ അവരുടെ സൈറ്റിൽ ഇങ്ങനെ യൂണിറ്റ് വൈസ് ഒക്കെ ക്വിസ് പോലെ ഉണ്ടായിരുന്നു ഓരോ ചാപ്റ്റേഴ്സിന്റെ. അപ്പൊ ഞാൻ ആ ക്വിസ് ഒക്കെ എടുത്ത് സോൾവ് ചെയ്യും. ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഞാൻ ചെയ്ത് തെറ്റിയെങ്കിൽ ഞാൻ വീണ്ടും തിരിച്ച് ആ ചാപ്റ്ററിലോട്ട് പോകും, ആ ഭാഗം ഒന്നും കൂടി വായിക്കും. അപ്പൊ ഞാൻ അതല്ലാണ്ട് അത് ബോർഡ് എക്സാമിന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്, CUTക്കും എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാനപ്പോ എന്റെ ബോർഡ് എക്സാം കംപ്ലീറ്റ് ചെയ്തപ്പോഴേക്കും എനിക്കപ്പോ അത്യാവശ്യം എല്ലാ സബ്ജക്ട്സിന്റെയും ടെക്സ്റ്റ് ബുക്ക് സിലബസ്, അതായത് ഞാൻ CBSE ബോർഡായിരുന്നു, CBSE സിലബസ് അനുസരിച്ചിട്ടുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഞാൻ കവറപ്പ് ചെയ്ത് അതിന്റെ നോട്ടും ഉണ്ടായിരുന്നു. ഞാൻ ആ ചാപ്റ്ററുകളുടെ ഒക്കെ അത്യാവശ്യം MCQs കവറപ്പ് ചെയ്തിട്ടുണ്ട്. ഓരോ ചാപ്റ്റർ വൈസ് നമ്മൾ MCQs നോക്കിയപ്പോൾ നമുക്ക് അങ്ങനെ അത്രയ്ക്ക് ടൈമൊന്നും എടുക്കില്ല. അത് കഴിഞ്ഞ് ഞാൻ എക്സാംസ് കഴിഞ്ഞതിന് ശേഷമാണ് ഈ നമുക്ക് കഴിഞ്ഞ കൊല്ലമൊക്കെ CBSEയിൽ ഇങ്ങനെ ഡിലീറ്റഡ് സിലബസ് ഒക്കെ ഉണ്ടായിരുന്നു ഇഷ്ടംപോലെ, ഈ ഹിസ്റ്ററി പോൾ സയൻസിലൊക്കെ. അപ്പോ ഡിലീറ്റഡ് സിലബസ് ഒന്നും ഞാൻ ബോർഡ് എക്സാമിന് മുമ്പ് നോക്കിയിട്ടുണ്ടായില്ല. കാരണം അത് ഈ ഡിലീറ്റഡ് സിലബസ് ഒക്കെ CUTയുടെ സിലബസിൽ വരും, എന്നാൽ ബോർഡ് എക്സാമിന് വരില്ല.
ഞാൻ ഡിലീറ്റഡ് സിലബസ് പഠിക്കാൻ തുടങ്ങുന്നത് ബോർഡ് എക്സാം കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഡിലീറ്റഡ് സിലബസിന് ഫോക്കസ് കൊടുത്തു. അതെല്ലാം ഇതേപോലെ തന്നെയാണ് ഞാൻ പഠിച്ചത്. ലൈക്ക് പഠിക്കും, എന്റേതായ നോട്ട് എഴുതും, അത് കഴിഞ്ഞ് ഞാൻ ഈ പ്രാക്ടീസ് ചെയ്യും കുറെ ക്യൂസ് പോലത്തെ പെപ്പിന്റെ ആപ്പിലുണ്ടാവും. അതല്ലാണ്ട് നിങ്ങൾ ചുമ്മാ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി, ഓരോ ചാപ്റ്റർ വൈസ് ക്യൂസുകൾ നിങ്ങൾക്ക് കിട്ടും. അതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. ഈ പ്രാക്ടീസ് തന്നെയാണ് CUT-ക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത്. അതിനാണ് എന്നെ പെപ്പ് ഏറ്റവും കൂടുതൽ ഹെൽപ്പും ചെയ്തിരിക്കുന്നത്. പെപ്പിൽ ഈ പറഞ്ഞ പോലെ രാത്രി ഒരു ക്വിസ് വെക്കണ പരിപാടി ഉണ്ടായിരുന്നു ചാപ്റ്റർ വൈസ്. എന്റെ ഒരു സ്റ്റഡി ടൈം ടേബിളും അതും ഇങ്ങനെ ഞാൻ മാച്ച് ചെയ്ത് കൊണ്ടുപോകായിരുന്നു. ഇപ്പൊ എക്കണോമിക്സ് ആണെങ്കിൽ ഇങ്ങനെ ഗ്രൂപ്പിൽ പറയും അവര് 2 ചാപ്റ്റർ പഠിക്കണം, നാളെ രാത്രി 9 മണിക്ക് അതിന്റെ ക്വിസ് ഉണ്ടെന്ന്. അപ്പൊ ഞാൻ അങ്ങനെ പഠിക്കും. ലൈക്ക് അപ്പൊ ആ 2 ചാപ്റ്റർ ഞാൻ അന്നത്തെ ദിവസം പഠിക്കും. അപ്പൊ ആ രാത്രി 9 മണിയുടെ ക്വിസ് ആകുമ്പോൾ എനിക്ക് മനസ്സിലാവും ഞാൻ പഠിച്ചത് മര്യാദയ്ക്കാണല്ലോ. ആ ക്വിസ് അറ്റൻഡ് ചെയ്ത് കഴിയുമ്പോൾ ഇപ്പൊ 5-6 ക്വസ്റ്റ്യൻ ആണെങ്കിൽ അത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പൊ ഞാൻ ആ ക്വിസ് കഴിഞ്ഞ് വീണ്ടും പോയി ഗൂഗിളിൽ ആ ചാപ്റ്ററിൽ തന്നെ വീണ്ടും ക്വിസ് ചെയ്യും. അങ്ങനെ നമ്മൾ ലൈക്ക് പ്രാക്ടീസ് ചെയ്ത് CUT-യുടെ മെയിൻ ഇഷ്യൂ നമുക്ക് ആൻസേഴ്സ് മിക്കതും അറിയാമായിരിക്കും. മെയിൻ കുഴപ്പം നമ്മൾ മര്യാദയ്ക്ക് റിവൈസ് ചെയ്തില്ല, അങ്ങനെ മറന്നു പോണത്. അതല്ലെങ്കിൽ ടൈമിന് നമുക്ക് ആൻസർ കിട്ടില്ല. ഇത് രണ്ടും നമുക്ക് പ്രാക്ടീസ് ചെയ്തേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ കുറെ കിട്ടാവുന്ന പകുതി എല്ലാ ക്വസ്റ്റ്യൻസും പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഫോക്കസ് ബോർഡ് എക്സാമിന് തന്നെ കൊടുത്തോ, പക്ഷെ ഞാൻ പറയാം ഞാൻ ചെയ്ത പോലെ MCQs കൂടി അതിന്റെ ഇടയിൽ കൂടെ പ്രാക്ടീസ് ചെയ്യുക. ഇപ്പൊ നിങ്ങൾ ഡിലീറ്റഡ് സിലബസ് ഒക്കെ കൂടി കുത്തിക്കയറ്റാൻ നോക്കിയാൽ ബോർഡ് എക്സാമും പോവും, CUT-യും പോവും. ലൈക്ക് നിങ്ങൾ ആകെ സ്ട്രെസ്ഡ് ഔട്ട് ആവും. CUT അങ്ങനെ സ്ട്രെസ്ഡ് ഔട്ട് ആവേണ്ട ഒരു കാര്യമേ ഇല്ല. ഇപ്പൊ റിലാക്സ് ചെയ്യുക, ചാപ്റ്റർ വൈസ് പഠിക്കുക, അതിന്റെ ഇടയിൽ കുറച്ച് സമയം ഇങ്ങനത്തെ MCQs ഒക്കെ ഒന്ന് സോൾവ് ചെയ്ത് പോവുക. ബോർഡ് എക്സാം കഴിഞ്ഞ് നിങ്ങൾ ഈ സിലബസിലില്ല, നിങ്ങളുടെ ബോർഡ് എക്സാം സിലബസിൽ ഇല്ലാണ്ട് CUT സിലബസിലുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ പഠിക്കാൻ തുടങ്ങുക. പിന്നെ പണ്ട് പഠിച്ചതൊക്കെ റിവൈസ് ചെയ്യുക. പിന്നെ മാത്സ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾ കുറച്ചും കൂടി ഒന്ന് എഫേർട്ട് ഇടണം. എനിക്ക് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയി ഓർ ലൈക്ക് മാർക്ക് കുറഞ്ഞ ഒരു സബ്ജക്റ്റ് ആയിരുന്നു മാത്സ് ഒക്കെ. അതിനാണെങ്കിൽ ഇപ്പൊ നമ്മൾ ബോർഡ് എക്സാമിന് പഠിക്കുമ്പോൾ ഇങ്ങനെ സ്റ്റെപ്പ് എഴുതി ചെയ്യണം, അങ്ങനെയാണ് നമ്മളെ ശീലിപ്പിക്കുള്ളൂ. ഈ എൻട്രൻസിന് വന്നു കഴിയുമ്പോൾ നമുക്ക് ലൈക്ക് വിത്തിൻ മിനിറ്റ്സ് നമുക്ക് അതിന്റെ ആൻസർ കിട്ടണം. മിനിറ്റ്സ് പോലും നമുക്ക് ചിലപ്പോൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. അതുകൊണ്ട് അപ്പോ അതിന് നിങ്ങൾ കുറച്ചും കൂടി എഫേർട്ട് എടുക്കേണ്ടി വരും. ചിലപ്പോൾ വല്ല ഷോർട്ട് കട്ട്സ് ഒക്കെ ഉണ്ടാവും ഈ മാത്സിനൊക്കെ, പെട്ടെന്ന് ലൈക്ക് 1 സ്റ്റെപ്പിലൊക്കെ ആൻസർ കിട്ടാവുന്നത്. അത് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ലൈക്ക് പഠിച്ചു വെക്കാൻ നോക്കാം. മാത്സ് ഒക്കെ ആണെങ്കിൽ ലൈക്ക് കുറെ പ്രാക്ടീസ് ചെയ്യാം. ബാക്കി സബ്ജക്ട്സിനെക്കാട്ടിലും അങ്ങനത്തെ സബ്ജക്ട്സിനും കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുക്കുക. നിങ്ങളുടെ വീക്ക് സെക്ഷൻസ് കണ്ടുപിടിക്കുക. അങ്ങനെ നിങ്ങൾ പ്രാക്ടീസ് തന്നെയാണ് ലൈക്ക് CUT-യുടെ മെയിൻ തിങ്. ആൻഡ് NCERT ലൈക്ക് പക്കയാക്കി വെക്കുക. അപ്പൊ തന്നെ പകുതി കാര്യം കഴിഞ്ഞു CUT-യുടെ. NCERT-നെ CUT-ന്ന് വരുള്ളൂ. ലൈക്ക് CUT ആ സിലബസിന്നേ വരുള്ളൂ. ഈ JEE NEET ഒക്കെ പോലെ അത്രയും ഹൈ ലെവൽ നമുക്ക് പഠിച്ചാലും സെറ്റ് ആവാത്ത, റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, അങ്ങനത്തെ അത്രയും ഒരു ഡിഫിക്കൽറ്റി ലെവൽ പേപ്പർ ഒന്നും അല്ല CUT. പഠിച്ചാൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യം. പിന്നെ എക്സാം സമയത്ത് ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾക്ക് 60 മിനിറ്റ് ആണുള്ളത്. അതിലെല്ലാ ക്വസ്റ്റ്യനും ആണ് നിങ്ങൾക്ക് കമ്പൽസറി. എന്റെ കൊല്ലം ഞങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. ലൈക്ക് ഞങ്ങൾക്ക് എനിക്ക് തോന്നുന്നു 50 ക്വസ്റ്റ്യനിൽ 40 എന്തോ അറ്റൻഡ് ചെയ്താൽ മതിയായിരുന്നു. അപ്പോ നിങ്ങൾക്ക് അത് മാറി ഇപ്പൊ എല്ലാ ക്വസ്റ്റ്യനും അറ്റൻഡ് ചെയ്യണം. പിന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയത് എനിക്ക് തോന്നുന്നു ഒരു കണക്കിന് അഡ്വാൻറ്റേജ് ആണ്. കാരണം എന്റെയൊക്കെ കുറെ സമയം OMR-ൽ കറപ്പിച്ചിലേക്ക് സമയം കളഞ്ഞിട്ടുണ്ടായിരുന്നു. എന്റെ ഫസ്റ്റ് എക്സാം എനിക്ക് തോന്നുന്നു ഇംഗ്ലീഷ് എന്തോ ആയിരുന്നു. ഇംഗ്ലീഷ് ഭയങ്കര ഈസി പേപ്പർ ആയിരുന്നു. എനിക്ക് പറ്റിയ ഏറ്റവും വലിയ മണ്ടത്തരം എന്ന് വെച്ചാൽ ഈ നമുക്ക് ആൻസേഴ്സ് ഫില്ലപ്പ് ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ കുറെ ഡീറ്റെയിൽസ് ഫില്ലപ്പ് ചെയ്യാനുണ്ട്. അതിലെനിക്ക് മറ്റേ നമ്മുടെ റോൾ നമ്പർ പോലത്തെ, പിന്നെ നെയിം, അങ്ങനത്തെ കുറെ എന്താണ്ടൊക്കെ ഫില്ല് ചെയ്യാനുണ്ട്. ഇത് തെറ്റിക്കഴിഞ്ഞാൽ സീനാണല്ലോ എന്ന് പേടിച്ചിട്ട് ഞാൻ ഇങ്ങനെ കുറെ ടൈം എടുത്ത് അതിരുന്ന് ഫില്ലപ്പ് ചെയ്തു. അത് കുറെ ടൈം എടുത്ത് ഫില്ലപ്പ് ചെയ്ത് ലൈക്ക് ഈ ഫില്ലപ്പ് ചെയ്യാനുള്ള ടൈമും കഴിഞ്ഞ് ആൻസർ എഴുതാനുള്ള ടൈം ആയപ്പോ ഞാൻ ഈ സാധനം ഫില്ലപ്പ് ചെയ്ത് എഴുതുകൊണ്ടിരുന്നത്. അത് നിങ്ങൾ ശരിക്കും ശ്രദ്ധിക്കുക. ലൈക്ക് കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും പ്രാക്ടീസ് ചെയ്യുക. ലൈക്ക് MCQ ടൈമർ വെച്ച് തന്നെ പ്രാക്ടീസ് ചെയ്യുക. അതാണ് ഏറ്റവും ഇത്. കാരണം ഇംഗ്ലീഷ് എനിക്ക് ഏറ്റവും ഞാൻ ഇപ്പോഴും റിഗ്രറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എനിക്ക് നല്ലോണം സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു പേപ്പർ ആയിരുന്നു. പക്ഷെ ഞാൻ എനിക്ക് തോന്നുന്നു 2 ക്വസ്റ്റ്യൻ ഞാൻ വായിക്കാൻ പോലും എനിക്ക് സമയം കിട്ടിയില്ല. കാരണം എന്റെ ടൈം മാനേജ്മെന്റ് ഒട്ടും നടന്നില്ല. നിങ്ങൾ എക്സാം ഹോളിൽ ഇരുന്ന് നിങ്ങൾ ആ ലൈക്ക് ഇംഗ്ലീഷ് എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റിൽ ഈ കോംപ്രിഹെൻഷൻ എന്ന് പറഞ്ഞ ഒരു പേജ് മൊത്തം ഒരു essay ഒക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ നമ്മൾ വായിച്ചിട്ട് വേണമല്ലോ അതിന്റെ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യണം. അപ്പോൾ ടൈം അതിനനുസരിച്ച് മാനേജ് ചെയ്യാൻ പഠിക്കാം. അത് പേപ്പറുകൾ പ്രാക്ടീസ് ചെയ്തേ നടക്കും. പിന്നെ ഇംഗ്ലീഷ് ഒക്കെ ആകുമ്പോൾ നമ്മൾ പിന്നെ അതിനങ്ങോട്ട് വിട്ടുകളയും, തിരിഞ്ഞേ നോക്കില്ല. അപ്പൊ എല്ലാ ദിവസവും ഒരു ഇച്ചിരി നേരമെങ്കിലും ഇംഗ്ലീഷിലൊക്കെ ഈ കോംപ്രിഹെൻഷൻസ് പോലത്തെ സംഭവമൊക്കെ പെട്ടെന്ന് വായിച്ച് എങ്ങനെ ആൻസർ കണ്ടുപിടിക്കാം. കാരണം
ഈ സ്കോറിംഗ് പേപ്പറുകളാണ് ഈ വക സബ്ജക്റ്റുകളൊക്കെ. അപ്പൊ അതിലൊരിക്കലും മാർക്ക് കളയാതിരിക്കാൻ നിങ്ങൾ ശ്രമിക്കുക, മാക്സിമം ശ്രമിക്കുക. അപ്പൊ ടൈം വെരി ഇമ്പോർട്ടന്റ് ആണ്. അത് മാത്രമല്ല, ടൈം നോക്കിയിരുന്നിട്ട് നിങ്ങൾ പെട്ടെന്ന് ആൻസറിലേക്ക് എല്ലാ ആൻസറും എന്തെങ്കിലും അറ്റംപ്റ്റ് ചെയ്ത് വെക്കാന്ന് അത് നടക്കില്ല. കാരണം നെഗറ്റീവ് മാർക്കിംഗ് ഉണ്ട്. ഇപ്പോ എന്റെയൊക്കെ വന്നതിനിപ്പോ ഒരു ക്വസ്റ്റ്യൻ ഒക്കെ ആയിരിക്കും നമ്മുടെ ഇപ്പൊ തെറ്റിപ്പോയത്. ആ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 6 മാർക്ക് എന്തോ പോണെ. ഈ ഒരു ക്വസ്റ്റ്യൻ തെറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ റാങ്കിലേക്ക് ഒറ്റയടിക്കായിരിക്കും താഴേക്ക് പോണത്. ആ ഒരു മാർക്കിൽ വേണമെങ്കിൽ നമുക്ക് ചിലപ്പോൾ ഒരു കോളേജിൽ കിട്ടാൻ പറ്റും, ഒരു മാർക്കിന് ചിലപ്പോൾ കിട്ടാൻ പറ്റില്ല. അത്രയും ഇമ്പോർട്ടന്റ് ആണ് CUT-യിലെ ഓരോ മാർക്കും. ഇപ്പൊ എന്റെ ഒരു ഫ്രണ്ടിനൊക്കെ ഒരൊറ്റ ഒരു മാർക്കിനാണ് സ്റ്റീഫൻസിൽ അഡ്മിഷൻ പോയത്, പിന്നെ സൗത്ത് ക്യാമ്പസിലാണ് കിട്ടിയത്. അപ്പോ അവളിപ്പോഴും ഇങ്ങനെ പറയും, ആ ഒരു മാർക്കും കൂടി കിട്ടിയായിരുന്നെങ്കിൽ ഞാൻ സ്റ്റീഫൻസിൽ ഉണ്ടായിരുന്നേനെ. അങ്ങനെ ലൈക്ക് അത് നമുക്ക് വല്ലാത്തൊരു റിഗ്രറ്റ്. അപ്പൊ ഓരോ ആൻസർ മാർക്ക് ചെയ്യുമ്പോഴും നോക്കിയും കണ്ട് മാർക്ക് ചെയ്യാം. ലൈക്ക് ഇത് ക്യുക്കായിരിക്കണം, എന്നാ എഫിഷ്യന്റ് ആയിരിക്കണം. ഈ MCQല് പിന്നെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് ഇങ്ങനെ നമ്മൾ കുറെ MCQ സോൾവ് ചെയ്ത് വരുമ്പോൾ നമുക്ക് അതിലൊരു ട്രിക്ക് മനസ്സിലാവും. എങ്ങനെ കുറച്ച് ഓപ്ഷൻസ് ക്യാൻസൽ ഔട്ട് ചെയ്യണം, ആൻസർ അറിയില്ലെങ്കിലും ഇങ്ങനെ ഫിഗർ ഔട്ട് ചെയ്യാൻ പറ്റുമല്ലോ. ഇപ്പൊ ഒരു 4 ഓപ്ഷനിലേക്ക് 2 ഓപ്ഷനൊക്കെ നമുക്ക് ഈസിലി കട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ കുറെ പ്രാക്ടീസ് ചെയ്യുക. ലൈക് CUT-യുടെ മെയിൻ തിങ് ഞാൻ പറഞ്ഞ പോലെ NCERT ആൻഡ് പ്രാക്ടീസ്. പിന്നെ ക്വസ്റ്റ്യൻ ഒരു ആൻസർ ഒന്നും അറിയില്ലെങ്കിൽ അത് ഒറ്റയടിക്ക് സ്കിപ്പ് ചെയ്ത് പോവുക. അത് അവസാനത്തേക്ക് വെച്ചാൽ മതി. അതല്ലാതെ ചിലപ്പോൾ അവസാനമൊക്കെ നോക്കുമ്പോ എളുപ്പം ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, നിങ്ങൾ അത് കണ്ടെന്ന് വരില്ല. അപ്പോ ആൻസർ അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങനെ തന്നെ സ്കിപ്പ് ചെയ്യുക, അടുത്ത ക്വസ്റ്റ്യൻസ് ചെയ്തു വരാം, തിരിച്ച് ആ ക്വസ്റ്റ്യനിലോട്ട് വരാം. അതല്ലാണ്ട് ആ ക്വസ്റ്റ്യൻ തന്നെ പിടിച്ചിരിക്കരുത്. പിന്നെ നെഗറ്റീവ് മാർക്കിംഗ് ഉള്ളത് കൊണ്ട് തന്നെ നിങ്ങളിങ്ങനെ എന്താ നമ്മൾ ബോർഡ് എക്സാമിനൊക്കെ ചെയ്യുന്ന പോലെ എല്ലാ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യുക, ആ ഒരു മെന്റാലിറ്റി പോകരുത്. ഉറപ്പാണ് ശരിയാവും എന്നൊക്കെ ഉണ്ടെങ്കിൽ അറ്റംപ്റ്റ് ചെയ്യുക. അതല്ലാതെ എല്ലാ ക്വസ്റ്റ്യൻ അറ്റംപ്റ്റ് ചെയ്യണം എന്നുള്ള ഒരു വാശിക്ക് പോയി കംപ്ലീറ്റ് ചെയ്തതിനാൽ ചിലപ്പോൾ നെഗറ്റീവ് മാർക്ക് കൂടി പോയി റാങ്ക് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ എക്സാമിന്റെ ടൈമിൽ ഒന്ന് ശ്രദ്ധിക്കാം. പിന്നെ ഇപ്പൊ ഞാൻ സ്റ്റീഫൻസിലായതുകൊണ്ട് സ്റ്റീഫൻസിലൊരു അഡ്മിഷൻ പ്രൊസീജിയർ പറയാം. എനിക്ക് ഫസ്റ്റ് ടൈം CUT-യുടെ റിസൾട്ട് ഒക്കെ വന്ന് എനിക്ക് ഫസ്റ്റ് അലോട്ട്മെന്റ് കിട്ടണത് എനിക്ക് തോന്നുന്നു മിറണ്ട ഹൗസിലാണ്. BAP, ഞാൻ പറഞ്ഞ പോലെ BA പ്രോഗ്രാം എക്കോ പ്ലസ് മാത്തമാറ്റിക്സ്. എനിക്ക് മുടിഞ്ഞ ഡൗട്ടായിരുന്നു. എനിക്കിങ്ങനെ വിളിച്ചു ചോദിക്കാൻ ആരുമില്ല. ഡൽഹിയിലൊറ്റ പരിചയമില്ല, ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്ന ആരെയും പരിചയമില്ല. ഇങ്ങനെ അവിടെ നിന്നും ഇവിടെ നിന്നും കോറയിൽ കുറെ വായിക്കും, അത് കഴിഞ്ഞ് വേറെ വല്ല വെബ്സൈറ്റിൽ പോയി കുറെ വായിക്കും, അവസാനം ഇതൊക്കെ കൂടി കൺഫ്യൂഷൻ ആവും. അതൊക്കെയായിരുന്നു എന്റെ കാര്യം. അപ്പൊ BAP ഞാൻ ഓൾറെഡി ചെന്നൈയിലായിരുന്നു. ഡൽഹിയിലേക്ക് വരാന്ന് പറഞ്ഞപ്പോ ഡൽഹി ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോ വീട്ടുകാർക്കാണെങ്കിൽ മിറന്റയിലോട്ട് പോകണ്ടെന്നും പറയാൻ പറ്റില്ല, എന്നാൽ ഡൽഹി ഇഷ്ടമല്ലോട് വലിയ താല്പര്യവും ഇല്ല. എനിക്കാണെങ്കിൽ BAP എന്താ സംഭവം എന്ന് പോലും ഒരു ഐഡിയ ഉണ്ടായില്ല. എനിക്ക് ആ ടൈമിൽ എനിക്ക് പെപ്പായിരുന്നു എന്റെ ഏക ആശ്രയം. ലൈക്ക് ഞാൻ എന്ത് സില്ലി ഡൗട്ട് ഉണ്ടെങ്കിലും മാമിന് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്റെ മെന്റേഴ്സിന് എന്നെ പഠിപ്പിച്ച ആർക്കെങ്കിലും ഞാൻ മെസ്സേജ് അയക്കും. ആൻഡ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷമായതിൽ അവരൊറ്റയടിക്ക് എനിക്ക് റിപ്ലൈ തരും. ഞാൻ ഒന്ന് വിളിച്ചാൽ ഫോൺ എടുക്കും. ഈ ഫോൺ എടുത്തില്ലെങ്കിൽ തന്നെ എനിക്ക് ഒരു 5 മിനിറ്റിനുള്ളിൽ തിരിച്ച് എനിക്ക് ഒരു മിസ്ഡ് കോൾ വരും. അത് എന്റെ എല്ലാ ഡൗട്ടും ക്ലിയർ ചെയ്ത് ഇപ്പൊ നിങ്ങളുടെ വീടുകളിലാണെങ്കിൽ എനിക്ക് തോന്നുന്നു മിക്കവരുടെ വീട്ടിൽ ഇങ്ങനെ ഒരു ഇത് ഉണ്ടാവും. ഡൽഹിയിലൊക്കെ വന്നൊരു ഡിഗ്രി പഠിക്കണം, പക്ഷെ നിങ്ങൾ എങ്ങനെയെങ്കിലും കൺവിൻസ് ചെയ്യിപ്പിക്കാൻ ശ്രമിക്കണം. കാരണം ഇറ്റ്സ് കംപ്ലീറ്റ്ലി വർത്ത് ഇറ്റ്. ഓഫ് കോഴ്സ് ഡൽഹി വന്ന് പഠിക്കുക എന്ന് പറയുമ്പോ എല്ലാവരും പറയുന്ന കുറെ കൺസേൺസ് ഉണ്ട്. നമ്മുടെ സേഫ്റ്റി ആൻഡ് ഡൽഹി എന്ന് പറയുന്ന സ്ഥലം, ക്ലൈമറ്റ്, ഇത് അതൊക്കെ ഉണ്ട് ഒരു ഭാഗത്തേക്കോടെ. പിന്നെ എന്റെ വീട്ടിലായിരുന്നു ഇങ്ങനെയൊക്കെ ആയിരുന്നു. ഡൽഹി എന്ന് പറയുന്നത് എന്താണ്, ക്ലൈമറ്റ് എന്താണ്, പിന്നെ എന്തോ ഒരു അൺസേഫ് ആണ് ഒരാൾക്ക് പോയി പഠിക്കാനായിട്ട്, അങ്ങനത്തെ കുറെ കൺസേൺസ് ഓരോരുത്തർ വന്നിങ്ങനെ പറയായിരുന്നു. അപ്പോ പിന്നെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ കോളേജസിലൊക്കെ ഡ്രഗ്സ് ആയിരിക്കും, അതായിരിക്കും ഇതായിരിക്കും, അലമ്പി പോവും നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ, അങ്ങനത്തെ കുറെ കാര്യങ്ങൾ നിങ്ങൾ ഇപ്പോൾ കേൾക്കണ്ടാവും. അറ്റ്ലീസ്റ്റ് ആരെങ്കിലൊക്കെ കേൾക്കണ്ടാവും എന്നെ പോലെ. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചാൽ എല്ലാം ഒരു വഴിക്കൂടെ അവിടെ നടക്കുന്നുണ്ട്. ഇവിടെ ഇപ്പൊ ഇതൊന്നും ഇല്ലാതെ ഞാൻ പറയില്ല, അൺസേഫ് അല്ലാതൊന്നും ഞാൻ ഒരിക്കലും പറയില്ല. നമുക്കൊരു ഒബ്ജക്റ്റീവ് ഉണ്ടല്ലോ ഇവിടെ വന്നതിന്, നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് നടക്കുകയാണെങ്കിൽ ഇതൊന്നും നമ്മളെ അഫക്ട് ചെയ്യുന്ന ഒരു കാര്യമല്ല. ഇപ്പൊ എന്റെ ക്ലാസ് ആണെങ്കിലും ഇപ്പൊ പറയുകയാണെങ്കിൽ എല്ലാം ഏതൊരു ക്ലാസ് എടുത്താലും ഇപ്പൊ അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ നമ്മൾ നാട്ടിൽ പഠിച്ചാൽ തന്നെ കോളേജുകളൊക്കെ ലൈക്ക് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ കംപ്ലീറ്റ്ലി സേഫ് ആണ്, അങ്ങനെ ഇങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. ഓഫ് കോഴ്സ് അങ്ങനത്തെ കുറച്ച് റിസ്കുകളൊക്കെ ഉണ്ട് നമ്മൾ ഇവിടെ വരുമ്പോ.
എനിക്ക് പക്ഷെ മനസ്സിലായത് നമ്മൾ നമ്മുടെ കാര്യം നോക്കി നടക്കാറ്, നമ്മൾ നമ്മുടെ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമ്മുടെ ഒബ്ജക്റ്റീവ് എന്താന്ന് നമുക്കറിയാലോ. ഇവിടെ വരാ, പഠിക്കുക, ഇതിൽ നിന്ന് എന്തെങ്കിലും മേക്കൗട്ട് ചെയ്യുക, ഇവിടെ നിന്ന് പോവുക. ആ ഒരു ഒബ്ജക്റ്റീവ്, ആ ഒരു മൈൻഡ് സെറ്റ് നമ്മളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി നമ്മൾ വരണം. അങ്ങനെയാണെങ്കിൽ നമ്മളിവിടെ ആരും ഫിറ്റ് ചെയ്യാൻ വരുന്നില്ല. പിന്നെ എന്റെ വീട്ടിലാണെങ്കിൽ വേറൊരു കൺസേൺ, ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് കേട്ടപ്പോ തന്നെ എന്റെ കുറച്ച് ആൾക്കാരുടെ ഒക്കെ വിചാരം മറ്റേ ജനഗണ സിനിമയിലെ കോളേജിന്റെ അവസ്ഥയൊക്കെ ആയിരിക്കും എന്നാണ്. അത് ചിലപ്പോ ഉണ്ടാവും. എനിക്ക് ഇതുവരെ സ്റ്റീഫൻസിൽ അങ്ങനത്തെ ഒരു ഇത് വന്നിട്ടില്ല. എന്റെ പഠിപ്പിക്കുന്ന ഫാക്കൽറ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് ഏത് നിമിഷം പോയി ഡൗട്ട് ചോദിക്കാം. ലൈക്ക് അങ്ങനെ ഒരു പാർഷ്യാലിറ്റിയോ അങ്ങനെ ഒന്നും എനിക്ക് അങ്ങനെ ലൈക്ക് അങ്ങനെ വേറെ ഡിപ്പാർട്ട്മെന്റ്സിൽ ഞാൻ കേട്ടിട്ടുണ്ട്. എന്ന് വെച്ചും അത് അത്രയൊരു നമ്മളെ കൺസേൺ ചെയ്യുന്ന ഒരു രീതിക്കൊന്നും അങ്ങനെ വന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് ഇപ്പോഴും തോന്നിക്കണ നമ്മൾ നമ്മുടെ കാര്യം ചെയ്തു കഴിഞ്ഞാൽ അത് എവിടെയാണെങ്കിലും നമുക്ക് വലിയ കുഴപ്പമില്ല. അപ്പൊ ആ കൺസേൺസ് ഒക്കെ നിങ്ങൾ മാറ്റി വെക്കുക. ലൈക്ക് നമുക്ക് പഠിക്കാൻ വേണ്ടിയാണ്, നമുക്ക് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ്. അങ്ങനെ വരാനാണെങ്കിൽ ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റി ഇസ് ലൈക്ക് ദ ബെസ്റ്റ് പ്ലേസ്. നമുക്ക് എന്തൊക്കെ ആയാലും നാട്ടിലെ റാങ്കും നാട്ടിലെ മാർക്കും ഒന്നും നമുക്ക് വേണമെങ്കിൽ കിട്ടിയെന്ന് വരില്ല. ഇപ്പൊ നാട്ടിൽ വേണമെങ്കിൽ നമ്മള് ഭയങ്കര ഹൈ മാർക്കോ ഭയങ്കര ഹൈ CGPA ഒക്കെ മേടിച്ചുകൊണ്ട് വരും. ചിലപ്പോ അത് അത്രയും ഒരു CGPA ഒന്നും നമുക്ക് വേണമെങ്കിൽ ഇവിടെ കിട്ടിയെന്ന് വരില്ല. അത്രയും ഒരു ഹൈ റാങ്കിലോട്ട് വേണമെങ്കിൽ നമ്മൾ ഇവിടെ എത്തിയെന്ന് വരില്ല. പക്ഷെ ഇവിടെ നമുക്ക് കിട്ടുന്ന ആ റാങ്കിന് അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഞാനിപ്പോ ഈ പറഞ്ഞ പോലെ ആ സിലബസിന്റെ സ്റ്റാൻഡേർഡ് നിങ്ങൾ കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത് പഠിക്കുക എന്ന് പറയുന്നത് ചലഞ്ചിങ് ആണ്. ഓഫ് കോഴ്സ് അതങ്ങനെയാണല്ലോ, നമ്മൾ എഫേർട്ട് ഇട്ട് തന്നെ പഠിക്കേണ്ടി വരും. എന്നാൽ അതിന്റെ റിസൾട്ട് നമുക്ക് കിട്ടുമെന്ന് എനിക്കിപ്പോ ഇവിടെ വന്നേ പിന്നെ ഒരു കോൺഫിഡൻസ് ഉണ്ട്. ഇപ്പൊ ഞാൻ 3rd ഇയേഴ്സ് ആയിട്ട് 2nd ഇയേഴ്സ് ഒക്കെ ആയിട്ട് ഒരു കമ്പനി ആയപ്പോ അവരൊക്കെ അവർക്ക് അതില് കുറച്ച് മലയാളീസ് തന്നെ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. അത് ഞങ്ങൾക്കായാലും എനിക്ക് ഫസ്റ്റ് മന്തിലൊക്കെ വന്നിട്ട് അത്യാവശ്യം നല്ലൊരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇങ്ങനെ ഒന്ന് അഡ്ജസ്റ്റ് ആയി പോവാനൊക്കെ. അപ്പൊ അവരൊക്കെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഫസ്റ്റ് മന്തിലൊക്കെ അതെങ്ങനെ ഉണ്ടാവും. പക്ഷെ അവര് ഇപ്പൊ ഞാനിങ്ങനെ അവരോട് അവരിപ്പൊ ഇവിടുത്തെ ആക്റ്റീവ് ആൾക്കാരൊക്കെ ആയിരിക്കും. അപ്പൊ അവരും പറയുന്നത് തന്നെയാണ്, ഫസ്റ്റ് മന്ത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ നിന്നെ പോലെയൊക്കെ തന്നെയായിരുന്നു, പേടിച്ചൊക്കെയാണ് നടന്നത്. പക്ഷെ ഇപ്പൊ ഓക്കെ ആയി, നിനക്ക് തന്നെ മനസ്സിലാവും 3rd ഇയർ ആവുമ്പോ നീ എന്തോരം ഡെവലപ്പ് ആയിരുന്നു. അതെനിക്ക് ഇപ്പോഴേ ഒരു സെം 1ന്റെ എൻഡ് ആയപ്പോൾ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്നിൽ വന്ന മാറ്റം. സ്റ്റാർട്ടിങ്ങിൽ വന്ന് ഞാൻ എന്റെ ഫസ്റ്റ് ടെസ്റ്റ് എഴുതിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്, മൈക്രോ എക്കണോമിക്സിന്റെ. ഞാനീ പറഞ്ഞ പോലെ ചെന്നൈയിൽ ഞാൻ 2 മാസം ഇന്റേണൽസ് ഒക്കെ എഴുതിയിട്ട് ഞാൻ വന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു അതെന്നെ ഹെൽപ്പ് ചെയ്യായിരിക്കും. ലൈക്ക് എക്കണോമിക്സ് അല്ലേ രണ്ടിടത്തും, പക്ഷെ ഈ സിലബസിൽ ലൈക്ക് ഭയങ്കര മാറ്റമാണ്. പഠിക്കണ സെയിം സബ്ജക്റ്റ് ആണെന്ന് പോലും പറയാൻ പറ്റില്ല, അങ്ങനത്തെ മാറ്റമാണ് 2 സ്ഥലത്ത് സിലബസിലുള്ളത്. ഫസ്റ്റ് ടെസ്റ്റ് ഒക്കെ എഴുതിയിട്ട് എനിക്ക് ഇതിൽ എന്ത് എഴുതേണ്ടത്, ഇതെന്ത് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ, അങ്ങനെയാണ് ഞാൻ ഇരുന്നിരുന്നത്. ഇങ്ങനെ ക്ലാസ്സിലെ പിള്ളേരാണെങ്കിൽ ഭയങ്കരമായിട്ട് ഡൗട്ട് ചോദിക്കണം, എനിക്ക് ഒന്നും കത്തല്ല. എനിക്കാണെങ്കിൽ ഹിന്ദി അറിയാൻ പാടില്ലാത്ത ഒരാളാണ് ഞാൻ ലാംഗ്വേജ് പഠിക്കാൻ അത്യാവശ്യം നല്ല വീക്കാ. എനിക്ക് ഇംഗ്ലീഷ് മലയാളം മാത്രമേ അറിയുള്ളൂ. അപ്പൊ ആ പിള്ളേരുമായിട്ട് സംസാരിക്കാൻ ആണെങ്കിൽ ആ ഒരു ലാംഗ്വേജ് ബാരിയർ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആകെ എനിക്കൊരു ഇതായിരുന്നു ഫസ്റ്റ് വന്ന്. പക്ഷെ ഇപ്പൊ ഞാൻ പയ്യെ പയ്യെ പോയി കഴിഞ്ഞപ്പോ എനിക്ക് അവർ തന്നെ തോന്നാൻ തുടങ്ങി കുറച്ചും കൂടി എന്റെ നോളജ് ഒന്ന് വൈഡ് ആയിട്ടുണ്ട്. ഞാൻ തന്നെ ഇങ്ങനെ കുറച്ച് അഡീഷണൽ ഇൻഫർമേഷൻ ഒക്കെ ഇങ്ങനെ, അതല്ലെങ്കിൽ ഞാൻ ലൈക് ടെക്സ്റ്റ് ലൈക്ക് എക്കണോമിക്സ് ആണെങ്കിൽ ടെക്സ്റ്റിൽ എക്കണോമിക്സ് എനിക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റാ എന്ന് വെച്ചാൽ ഞാൻ അങ്ങനെ കുറെ അഡീഷണൽ ബുക്സ് എക്കണോമിക്സ് റിലേറ്റഡ് ഉള്ള അഡീഷണൽ വെബ്സൈറ്റ്സ് അതൊന്നും ഞാൻ അങ്ങനെ തൂക്കി നോക്കാറൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ഞാനിങ്ങനെ അത് ഞാൻ തപ്പാൻ തുടങ്ങി. ലൈക്ക് എനിക്ക് തന്നെ എന്റെ ആ ഒരു ഇൻഫർമേഷൻ വൈഡ് ആക്കണം എന്ന് തോന്നാൻ തുടങ്ങി. അതൊക്കെ എനിക്ക് തോന്നുന്നു ഇവിടെ വന്നതിന്റെ മാത്രം ചേഞ്ചസ് ആണ്. നമ്മളുടെ എൻവയോൺമെന്റ് നമ്മളെ ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അപ്പൊ ആ ഒരു നല്ല എൻവയോൺമെന്റ് നിന്നിട്ട് നമ്മൾ ഇംപ്രൂവ് ആവുന്നുണ്ടെങ്കിൽ അതാണ് ലൈക്ക് നമുക്ക് കോളേജ് ചെയ്യാൻ പറ്റാവുന്ന, കോളേജിലെ മെയിൻ എയിം തന്നെ നമ്മളെ ഡെവലപ്പ് ചെയ്യുക, നമ്മളെ എന്തോരം ഇമ്പ്രൂവ് ആക്കാൻ പറ്റുമോ അത് ഇമ്പ്രൂവ് ആക്കുക. ആ ഇമ്പ്രൂവ്മെന്റിലേക്ക് ഭയങ്കര ലാർജ് സ്കെയിലായിട്ട് നമുക്ക് ഇവിടെ സംഭവിക്കും. അപ്പോ സ്റ്റീഫൻസിൽ പറഞ്ഞ പോലെ അഡ്മിഷൻ പ്രൊസീജിയർ ഞാൻ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ് ആയതുകൊണ്ട് എനിക്ക് ഇന്റർവ്യൂ കൂടി ഉണ്ടായിരുന്നു. അതിപ്പോ എല്ലാ കോളേജിലൊന്നുമില്ല, ബാക്കി കോളേജസിലൊക്കെ കംപ്ലീറ്റ്ലി CUT സ്കോർ വെച്ച് മാത്രമാണ്. സ്റ്റീഫൻസിലാണെങ്കിൽ സ്റ്റീഫൻസിന് അറിയുന്ന പോലെ ക്രിസ്ത്യൻ മൈനോറിറ്റി കോളേജ് ആണ്, അതുകൊണ്ടാണ് 85% വെയിറ്റേജ് CUTക്കും ബാക്കി 15% വെയിറ്റേജ് അവര് ഇന്റർവ്യൂവിനാണ് കൊടുക്കുക. ഈ ഒരു ലിങ്ക് സ്റ്റീഫൻസിന്റെ സെന്റ് സ്റ്റീഫൻസ് കോളേജിന്റെ വെബ്സൈറ്റിലെ അഡ്മിഷൻസ് എന്ന് പറയുന്ന സെക്ഷനിലാണ് ലിങ്ക്. അതിലാണ് അവർ എല്ലാ ഗൈഡ് ലൈൻസ് പോസ്റ്റ് ചെയ്യുന്നത്. അവര് CUT കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് പോയി സ്റ്റീഫൻസിന്റെ പേജിൽ ഫില്ലപ്പ് CUTയിൽ നമ്മൾ ഓഫ് കോഴ്സ്
സ്റ്റീഫൻസ് പ്രെഫറൻസ് ആയിട്ട് വെക്കണം ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ അഡ്മിഷൻ പ്രൊസീജിയറിൽ. നമ്മൾ CUT ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് നമ്മൾ വീണ്ടും ഒരു ഫോം ഫില്ല് ചെയ്യണം. അതിലാണ് നമ്മൾ ഈ കോളേജസ് ഒക്കെ ആഡ് ചെയ്യുന്നത്. അപ്പൊ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ക്രിസ്ത്യൻ കാൻഡിഡേറ്റ്സിന് വേണ്ടി മാത്രമാണിത്. സ്റ്റീഫൻസിന്റെ പോർട്ടലിൽ പോയിട്ട് നമ്മൾ വീണ്ടും അപ്ലൈ ചെയ്യണം. ഈ ആപ്ലിക്കേഷൻ തന്നെ അത്യാവശ്യം ഒരു പ്രൊസീജിയർ ആണ്. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ ആണെങ്കിൽ ഫസ്റ്റ് ഡേ തന്നെ ലൈക്ക് ചെയ്തു തുടങ്ങിയാലേ നമുക്കൊരു 4 ദിവസമൊക്കെ കഴിഞ്ഞിട്ട് ഇത് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം നമുക്ക് കുറെ എസ്സേസ് ഒക്കെ എഴുതി വെക്കാനുണ്ട്. എനിക്ക് തോന്നുന്നു ഫസ്റ്റ് എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോഴ്സ് സെലക്ട് ചെയ്യണത്, എന്തുകൊണ്ടാണ് നമ്മൾ ഈ കോളേജ് ചൂസ് ചെയ്യുന്നത്. അപ്പൊ 3 പ്രിഫറൻസ് ആണ് നമുക്ക് വെക്കാൻ പറ്റുക. ഞാൻ സ്റ്റീഫൻസ് വെച്ചിരുന്നത് അതിന് ഫസ്റ്റ് പ്രിഫറൻസ് എക്കോ ഓണേഴ്സ് ആയിരുന്നു. സെക്കൻഡ് ഞാൻ BAPക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. BA പ്രോഗ്രാം എക്കോ പ്ലസ് പൊളിറ്റിക്കൽ സയൻസ് ആണ് ഇവിടത്തെ BA പ്രോഗ്രാം. ഇവിടെ വേറെ ഉണ്ട്, ഞാൻ വെച്ചിരുന്നത് ആ ഒരു കോമ്പിനേഷൻ ആയിരുന്നു. അപ്പോ ഇതിന്റെ എസ്സേസ് നമുക്ക് എഴുതാനുണ്ട്. എന്തുകൊണ്ട് എക്കോണസ്, എന്തുകൊണ്ട് BAP, എന്തുകൊണ്ട് സെന്റ് സ്റ്റീഫൻസ്, ഇതൊക്കെ നമ്മൾ അത്യാവശ്യം വലിയൊരു ആയിട്ട് എഴുതും സ്റ്റീഫൻസിന്റെ ആപ്ലിക്കേഷൻ പ്രൊസീജിയറിൽ തന്നെ. അതങ്ങനെ ChatGPT നിന്നൊന്നും ആരും കോപ്പി പേസ്റ്റ് ചെയ്യാണ്ടിരിക്കുക. നമ്മുടെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ സ്വയമായിട്ട് സ്റ്റീഫൻസിന്റെ സൈറ്റിൽ പോവുക. ഇവിടെ എന്തൊക്കെ ഇവിടെ നടക്കുന്നുണ്ടെന്ന് നിങ്ങൾ ആദ്യം ഒന്നും അറിയാം. അക്കാഡമിക്സ് ഉണ്ട്, പിന്നെ അതല്ലാണ്ട് കുറെ സൊസൈറ്റീസ് ഉണ്ട്. ഈ സൊസൈറ്റീസിന്റെ ഒക്കെ പേരൊക്കെ ലൈക് സൈറ്റിൽ തന്നെ ഉണ്ട് സൊസൈറ്റീസിന്റെ ഒക്കെ പേര്. ഇതിൽ ഏതൊക്കെ സൊസൈറ്റിയാണ് നിങ്ങളുടെ ഇൻട്രസ്റ്റിനുള്ളതെന്ന് മനസ്സിലാക്കുക. ഇപ്പൊ ഞാൻ അത്യാവശ്യം സംസാരിക്കുന്ന ടൈപ്പ് ഒരാളായിരുന്നു. ഡിബേറ്റിംഗ് ഒക്കെ ചെറുതായിട്ട് ചെയ്യും അങ്ങനെ. അപ്പൊ ഞാൻ അതുകൊണ്ട് എൻ്റെ ഒരു കണ്ടിരുന്നതായിരുന്നു ഡിബേറ്റിംഗ് സൊസൈറ്റി, പിന്നെ ലീഡർഷിപ്പ് സെൽ, പിന്നെ ഏതാണ് ഫിനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലബ്, എക്കണോമിക് സൊസൈറ്റി, പിന്നെ സിവിൽ സർവീസ് ഫോറം. ഇതൊക്കെ ഓരോ സൊസൈറ്റിയാണ്. അപ്പൊ ഇത് എഴുതുമ്പോ തന്നെ, എന്തുകൊണ്ട് സ്റ്റീഫൻസ് എന്ന് എഴുതുമ്പോ തന്നെ നിങ്ങൾ എഴുതുക നിങ്ങൾക്ക് ഈ സൊസൈറ്റിയിലൊക്കെ നിങ്ങളുടേതായ കോൺട്രിബ്യൂഷൻ വരുത്തും. ആ ഒരു രീതിക്ക് എഴുതുക. എന്തുകൊണ്ട് സ്റ്റീഫൻസ് നമ്മൾ എടുക്കണം എന്നുള്ള രീതിയിൽ ഫോം ചെയ്യുക. അതൊന്ന് മോഡിഫൈ ആക്കാൻ ChatGPT-യോട് ചോദിക്കുക. അതല്ലാണ്ട് ഇപ്പോ ഞാൻ ഫസ്റ്റ് ഡേ കയറി വന്നു കഴിഞ്ഞ് ഞങ്ങളുടെ HOD ഞങ്ങളോട് പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു. നിങ്ങള് മറ്റേ സംഭവം എഴുതുന്നത് ആരും വായിക്കില്ല എന്ന് നിങ്ങൾ വിചാരിക്കരുത്. നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന ക്രിസ്ത്യൻ മൈനോറിറ്റി കാൻഡിഡേറ്റ്സിന്റെ എല്ലാവരുടെയും ആ ഒരു റെസ്യൂം പോലത്തെ സംഭവം വായിച്ചിട്ട് ഞാൻ ഇവിടെ ഇരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങളുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നുള്ളതൊക്കെ നമ്മൾ അതിൽ എഴുതും. അതൊക്കെ ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഒരു എക്സ്പെക്ടേഷൻ എനിക്ക് നിങ്ങളോടുണ്ട്. പിന്നെയുള്ള കാര്യം സാറ് എടുത്തു പറഞ്ഞത് ഇതായിരുന്നു. നിങ്ങൾ ആരും പിന്നെ AI വെച്ച് ഉപയോഗിച്ചല്ല കംപ്ലീറ്റ്ലി എഴുതിക്കണേന്ന് എനിക്കത് വായിച്ചപ്പോഴേ മനസ്സിലായി ആ ഒരു സംഭവം. അപ്പോ എഴുതാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടേതായ രീതിക്ക് അത് നിങ്ങൾ എന്തുകൊണ്ട് സ്റ്റീഫൻസി കയറാൻ ആഗ്രഹിക്കുന്നു അതിന് നിങ്ങളുടേതായ ഒരു റിസർച്ച് നടത്തുക, നിങ്ങളുടേതായ ഒരു രീതിക്ക് അത് എഴുതുക. പിന്നെ എന്റെ ഇന്റർവ്യൂ എന്ന് പറയുന്നത് അവിടെ 3 റൗണ്ട് ആയിട്ടാണ് ഒരു ഇന്റർവ്യൂ നടത്തുക. ഫസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ നമ്മളോട് ഇങ്ങനെ പേരെന്താണ്, ആ സംഭവം നമ്മളെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പറയും. പിന്നെ അത് കഴിഞ്ഞ് സെക്കൻഡ് റൗണ്ട് റിലീജിയസ്. ഇപ്പൊ ഞാൻ ക്രിസ്ത്യൻ മൈനോറിറ്റി ആയിട്ടാണല്ലോ കൊടുക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ബൈബിൾ റിലേറ്റഡ് ആയിട്ടും ക്രിസ്ത്യാനിറ്റിനെ റിലേറ്റ് ചെയ്ത കുറച്ച് ക്വസ്റ്റ്യൻസ്. പിന്നെ അത് സബ്ജക്ട് സ്പെസിഫിക്. ഞാൻ 2 ഇന്റർവ്യൂ വെച്ചായിരുന്നു. BAPയുടെ ഇന്റർവ്യൂവിനും വിളിച്ചായിരുന്നു, എക്കോണസിന്റെ ഇന്റർവ്യൂവിനും വിളിച്ചായിരുന്നു. BAPയുടെ ഇന്റർവ്യൂവിന് ഞാൻ ഇൻട്രൊഡക്ഷനിൽ തന്നെ പറഞ്ഞു എനിക്ക് മേജർ സബ്ജക്ട് എക്കണോമിക്സ് എടുക്കാനും മൈനർ പൊളിറ്റിക്സ് എടുക്കാനും താല്പര്യം. അതുകൊണ്ട് തന്നെ എന്റെ ഒരു റൗണ്ട് ചോദിച്ചിരുന്നത് എക്കണോമിക്സിലെ ബേസിക് ക്വസ്റ്റ്യൻസ്, രണ്ടാമത്തെ റൗണ്ട് ചോദിച്ചിരുന്നത് പൊളിറ്റിക്സിലെ നമ്മൾ +2 പഠിച്ചിരിക്കുന്ന സംഭവമൊക്കെ തന്നെയാണ് ചോദിച്ചത്. അതല്ലാണ്ട് ഇപ്പൊ ഇംഗ്ലീഷിനൊക്കെ നമ്മൾ ഇന്റർവ്യൂ കൊടുക്കുകയാണെങ്കിൽ എന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞു കേട്ടായിരുന്നു അവർക്ക് മറ്റേ ബുക്ക് റിവ്യൂവും വേറെ എന്തൊക്കെ വായിച്ചിട്ടുണ്ട് അങ്ങനത്തെ ടൈപ്പ് റിലേറ്റഡ് ഒക്കെ ചോദിക്കും. എന്നോടായാലും ചോദിച്ചായിരുന്നു എക്കണോമിക്സിൽ വേറെ എന്തൊക്കെ വായിച്ചിട്ടുണ്ട് ആ രീതിക്കൊക്കെ. എക്കോണേഴ്സിന്റെ ഇന്റർവ്യൂ എനിക്ക് അതുകൊണ്ട് ഡൗട്ടായിരുന്നു എനിക്ക് കിട്ടോ ഇല്ലയോ എന്ന്. കാരണം ഞാൻ കുഴപ്പമില്ലാണ്ടൊക്കെ ചെയ്തു, എന്നാലും എനിക്കൊരു പേടിയുണ്ടായി. കാരണം നമ്മൾ ആദ്യം ഒരു ടെക്നിക്കൽ റൗണ്ടിന് കയറും. അവിടെ ചെന്ന് കഴിയുമ്പോൾ തന്നെ നമ്മളോട് പറയും പേപ്പറും പേനയൊക്കെ പിടിച്ച് സെറ്റാക്കി വെച്ചു. അത് കഴിഞ്ഞ് ഈ ഇതേപോലെ തന്നെ ഇൻട്രോ കഴിഞ്ഞു, വലിയ സീൻ ഉണ്ടായില്ല. റിലീജിയസ് കഴിഞ്ഞു, അതും വലിയ സീൻ ഉണ്ടായില്ല. സബ്ജക്ട് സ്പെസിഫിക് കഴിഞ്ഞു. ഞാൻ ഇവിടെ കയറി വന്ന് ഫസ്റ്റ് ഡേ കണ്ടപ്പോഴാണ് പറയുന്നത് എന്റെ ഇന്റർവ്യൂ ചെയ്തിരുന്നത് എന്റെ ഇവിടുത്തെ HOD ആയിരുന്നു. അപ്പോ ആളുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എക്കണോമിക്സിലെ ഒരു ക്വസ്റ്റ്യൻ, അതും സാധാ ക്വസ്റ്റ്യൻ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഒന്നും അല്ലായിരുന്നു. ആ ഒരു ഒറ്റ ക്വസ്റ്റ്യനിൽ തന്നെ എനിക്ക് തോന്നുന്നു സാറിന്റെ കംപ്ലീറ്റ് +2 പഠിച്ച എക്കണോമിക്സിലെ എല്ലാ ചാപ്റ്ററും കവറപ്പ് ചെയ്ത് അനലൈസ് ചെയ്ത് ഉത്തരം പറയുന്ന ടൈപ്പ് ഒരു ക്വസ്റ്റ്യൻ ആണ് സാർ എന്നോട് ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ചോദിച്ചിരുന്നത്. അത് കഴിഞ്ഞ് സാറ് പേപ്പറും പേനയിലും എടുത്തെന്ന് പറഞ്ഞ് 2-3 മാത്സിന്റെ പ്രോബ്ലംസ് എനിക്ക് തന്നെ, പ്രോബബിലിറ്റിയിലെ ക്വസ്റ്റ്യൻ, മെട്രിക്സിലെ ഒരു ക്വസ്റ്റ്യൻ, ലീനിയർ ഇക്വേഷൻസിലെ ഒരു ക്വസ്റ്റ്യൻ, ഇതൊക്കെ സോൾവ് ചെയ്ത് ലൈക്ക് പേപ്പറിൽ എനിക്ക് ഇങ്ങനെ ഇന്റർവ്യൂ ബോർഡിന്റെ മുമ്പിൽ കാണിക്കേണ്ടി വന്നു.
അപ്പൊ അതിങ്ങനെ ചോദിച്ചപ്പോ തന്നെ ഞാനൊന്ന് ഞെട്ടി. കാരണം മാത്സിലെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മൾ പ്ലസ് ടു കഴിഞ്ഞ് കുറച്ച് മാസം കഴിഞ്ഞിട്ടാണല്ലോ ഇന്റർവ്യൂവിന് ഇരിക്കുന്നത്. ഓഫ് കോഴ്സ് നമ്മൾ മറന്നു. ഞാനും അതേപോലെ തന്നെ മറന്നുപോയിണ്ടായിരുന്നു. എന്നാലും ഞാൻ ഇങ്ങനെയാണ്ടൊക്കെ ഒപ്പിച്ച് ആൻസർ, അതിന്റെ ഇടയ്ക്ക് ഒരെണ്ണോ രണ്ടെണ്ണോ എന്തോ തെറ്റി. അപ്പോ ഇന്റർവ്യൂവിന് എനിക്ക് മനസ്സിലായ കാര്യം എന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഞാൻ പേടിച്ചത് കിട്ടോ കിട്ടില്ല. കാരണം എന്റെ ഏതോ ഒന്നോ രണ്ടെണ്ണോ ഒക്കെ തെറ്റിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അത്യാവശ്യം കോൺഫിഡന്റ് ആയിട്ടായിരുന്നു ഇന്റർവ്യൂ മൊത്തം ഞാൻ ഫേസ് ചെയ്തിരുന്നത്. ഞാൻ അറിയാൻ പാടില്ലാത്ത ക്വസ്റ്റ്യൻ ഞാൻ അപ്പൊ തന്നെ പറഞ്ഞു ഐ ഡോണ്ട് നോ. എനിക്ക് പിന്നെ ഓർമ്മ കിട്ടാത്തതാണ് ഞാൻ പറഞ്ഞു. ലൈക്ക് ഇപ്പൊ എനിക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള രീതിയിൽ തന്നെ ഞാൻ പറഞ്ഞു. അതും കഴിഞ്ഞ് റിസൾട്ട് വരാൻ ഇച്ചിരി വൈകി, ഇന്റർവ്യൂവിന്റെ റിസൾട്ട് വരാൻ. അപ്പൊ ഞാൻ ഡൽഹിയിലോട്ട് വരുന്നത് തന്നെ മിറന്റയിൽ അഡ്മിഷൻ ഫിക്സ് ആയിട്ടാണ് ഞാൻ വരണത്. മിറന്റയിൽ എക്കോ പ്ലസ് മാത്സ് പഠിക്കാൻ സ്റ്റീഫൻസിന്റെ റിസൾട്ട് പോലും വന്നിട്ടില്ല എന്നുള്ള രീതിയിൽ. അത് കഴിഞ്ഞ് ഞാൻ ഡൽഹിയിൽ വന്ന് ഇറങ്ങണ ഡേ ആണ് ഞാൻ അറിയുന്നത് സ്റ്റീഫൻസിൽ എനിക്ക് അഡ്മിഷൻ കിട്ടി, അടുത്ത ദിവസം തൊട്ട് സ്റ്റീഫൻസിലാ പോണ്ടേന്നുള്ളത്. അപ്പോ എന്റെ കാര്യങ്ങൾ അങ്ങനെയായിരുന്നു. ഞാൻ വന്ന അന്ന് വരെ ഞാൻ എല്ലാവരോടും പറഞ്ഞ മിറന്റയിൽ അഡ്മിഷൻ എക്കോ പ്ലസ് മാത്സ് വന്നെന്നാണ് ഞാൻ അറിയുന്നത് എക്കോ ഓണേഴ്സിന് സ്റ്റീഫൻസ് കിട്ടി എന്നുള്ളത്. അപ്പോ അങ്ങനെയായിരുന്നു എന്റെ കാര്യം. ഇനിയിപ്പോ സ്റ്റീഫൻസിലെ ബെസ്റ്റ് കോഴ്സസ് എന്ന് പറയാനാണെങ്കിൽ ഹിസ്റ്ററി ഓണേഴ്സ്, എക്കണോമിക്സ് ഓണേഴ്സ്, ഇംഗ്ലീഷ് ഓണേഴ്സ് ആണ് ഏറ്റവും ബെസ്റ്റ് എന്ന് ചോദിച്ചാൽ എന്നോട് പറയാം. അത്യാവശ്യം എല്ലാ കോഴ്സും അവിടുത്തെ അടിപൊളിയാണ്. ഇപ്പൊ എന്റെ കാര്യമാണെങ്കിലും ഫാക്കൽറ്റി വൈസ് ആണെങ്കിലും എനിക്ക് അങ്ങനെ അത്രയും ഇഷ്യൂ ഒന്നും തോന്നിയിട്ടില്ല. എന്റെ ഫാക്കൽറ്റി വൈസ് അവര് ക്ലാസ് എടുക്കേണ്ടതും എനിക്ക് എടുക്കും. പിന്നെ സ്റ്റീഫൻസിൽ ഇപ്പോ എനിക്ക് സ്റ്റീഫൻസിൽ നല്ല ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എല്ലാ കോളേജിലും ഉണ്ട് ട്യൂട്ടോറിയൽ എന്ന് പറയുന്ന സംഭവം. എനിക്ക് തോന്നുന്നു ഞാൻ ഫസ്റ്റ് മന്തിലൊക്കെ ഏറ്റവും കൂടുതൽ പേടിച്ചത് ഈ ട്യൂട്ടോറിയൽ അറ്റൻഡ് ചെയ്യാനായിരിക്കും. കാരണം നമ്മൾ ട്യൂട്ടോറിയൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ക്ലാസ്സിന് തന്നെ ഒരു 3-4 ഗ്രൂപ്പ് എന്തോ ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന മാമിന് തന്നെ ആ ഒരു അവർ ഒരു ഗ്രൂപ്പിന് എടുക്കും. അപ്പൊ ഇപ്പൊ എന്റെ ഗ്രൂപ്പിൽ ഒരു 15 പേരെന്തോ ഉള്ളത്. ചെന്ന് കഴിഞ്ഞിരുന്നാൽ ഡൗട്ട് ക്ലിയറിംഗ് സെഷൻ ആണ്. സാധാരണ രീതിയിൽ കുഴപ്പമുണ്ടാവാത്തൊരു സെഷനാണ്. പക്ഷെ ഇതിലെന്ന് വെച്ചാൽ നമ്മുടെ കൂടെയുള്ള പിള്ളേരൊക്കെ വേറെ ലെവല് പിള്ളേരായിരിക്കും. അവരിങ്ങനെ ഒരുമാതിരി ഡൗട്ടൊക്കെ ചോദിക്കും. നമുക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവാത്തൊരു രീതിയുണ്ട്. മാം ആണെങ്കിൽ നമ്മളോട് ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാൻ ഈ ഫസ്റ്റ് മന്തൊക്കെ ഏറ്റവും കൂടുതൽ പേടിച്ചിരിക്കുന്നത് ട്യൂട്ടോറിയലാ. എനിക്കിപ്പോ ഞാൻ ഇമ്പ്രൂവ് ആയി എന്ന് എനിക്ക് അറിയാൻ പറ്റുന്നത് ഈ ട്യൂട്ടോറിയലിൽ ഇരിക്കുമ്പോ തന്നെയാ. കാരണം ഇപ്പൊ ഞാനിങ്ങനെ എക്കണോമിക്സ് പഠിപ്പിക്കുന്നത് എനിക്ക് മനസ്സിലാവും. പക്ഷെ ഞാൻ വേണമെങ്കിൽ വേറൊരു ലെവലിലോട്ട് ചിന്തിച്ചു എന്ന് വരില്ല. എന്റെ ക്ലാസ്സിലെ പിള്ളേര് ഡൗട്ട് ചോദിക്കുമ്പോഴായിരിക്കും ഞാൻ അറിയണം, ഓ ഇതിന് അങ്ങനെയും ചിന്തിക്കാമായിരുന്നോ, ഈ സംഭവത്തിനെ അങ്ങനെയും ഇന്റർപ്രറ്റ് ചെയ്യാമായിരുന്നു എന്ന് ഞാൻ വേണമെങ്കിൽ അപ്പോഴായിരിക്കും റിയലൈസ് ചെയ്യുന്നത്. ഇപ്പൊ പോയി കഴിയുമ്പോഴാണ്, ഇപ്പൊ ഒരു 3 മാസമൊക്കെ ആയിട്ട് ഞാൻ അവരുടെ കൂടെ തന്നെയാണ് ഈ ട്യൂട്ടോറിയൽസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ എനിക്കും അങ്ങനത്തെ ഒരു ഡൗട്ടൊക്കെ ഞാനും ചോദിക്കാൻ തുടങ്ങി. എനിക്ക് തന്നെ ഇങ്ങനെ ഇടയ്ക്ക് തന്നെ ഞാൻ തന്നെ വിചാരിക്കും, ഇത് ഞാൻ പണ്ടാണെങ്കിൽ ഞാൻ അങ്ങനെ വിചാരിക്കില്ലാമായിരുന്നു. ഇപ്പൊ ഞാൻ ഇങ്ങനെ വിചാരിച്ചു തുടങ്ങിയല്ലോ. എനിക്കങ്ങനെ ഭയങ്കര അഭിമാനം, ഞാനും അങ്ങനെ വിചാരിച്ചു തുടങ്ങിയല്ലോ എന്നൊക്കെ ആലോചിക്കുമ്പോ. അപ്പോ അങ്ങനത്തെ ഒരു ചേഞ്ച് നമുക്ക് നമ്മളിൽ തന്നെ തോന്നാൻ തുടങ്ങും. പിന്നെ ഫീസ് സ്ട്രക്ചർ പറയുകയാണെങ്കിൽ സ്റ്റീഫൻസിലാണ് ഇച്ചിരി ഫീസ് കൂടുതലാണ്. 50K ഒരു 1 ഇയറിൽ 50K ആയിട്ട് വരും. ബാക്കി കോളേജസ് ആണെങ്കിൽ എനിക്ക് തോന്നുന്നു പിന്നെ ഫീസ് കൂടുതലുള്ളത് ദൗലത്ത് റാമിലുണ്ട്. ദൗലത്ത് റാമിൽ അറൌണ്ട് 31 എന്തോ 1 ഇയർ വരും. ഇവിടെ അറൌണ്ട് 50K വരും. മിറന്റയിലാണെങ്കിൽ ഐ തിങ്ക് 1 ഇയറിലേക്ക് ഒരു 15,000 എന്തോ ആണ് മിറന്റയിൽ ഫീസ് കംപ്ലീറ്റ്ലി വരുന്നത്. പിന്നെ ഇപ്പൊ നമ്മൾ കോളേജ് റെസിഡൻസ് ആണെങ്കിൽ അത് നമ്മൾ ഒരു സെമിസ്റ്റർ വൈസ് അടയ്ക്കാം. പക്ഷെ ഒരു മന്ത്ലി ഒരു 8K അടി വരും. ഞാൻ ഇപ്പൊ കോളേജ് ഡ്രസ്സിൽ അല്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഫ്രണ്ടിന്റെ അടുത്ത് ചോദിച്ചറിഞ്ഞത് മാത്രം അവിടെ 8K അടിയിലാണ്. പിന്നെ ഹയസ്റ്റ് പ്ലേസ്മെന്റ്സ് സ്റ്റീഫൻസിലെ എക്കോ ഓണേഴ്സും മാത്സും. അത് മിക്ക കൊല്ലമായിട്ട് ഇപ്പൊ ഇത് തന്നെയാണ് റിപ്പീറ്റ് ചെയ്യുന്നത്. ഫസ്റ്റ് എക്കോ ഓണേഴ്സിനാണ് ഹയസ്റ്റ് പ്ലേസ്മെന്റ്, സെക്കൻഡ് മാത്സ് ഓണേഴ്സ്. ഇനി ഇവിടെ വരുന്നതിന്റെ അഡ്വാൻറ്റേജ് ഇത് ഞാൻ പറയുന്നതിന്റെ ഇടയ്ക്ക് ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് തിങ് എക്സ്പോഷർ. ഇവിടുത്തെ ഫാക്കൽറ്റിയുടെ അടുത്ത് നിന്ന് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഞാൻ പറയുന്നത് ഇവിടുത്തെ പിള്ളേര് നമുക്ക് തരുന്ന ഒരു എക്സ്പോഷർ ഉണ്ട്. അത് നമുക്ക് എന്തായാലും നിങ്ങൾ ഇവിടെ വന്നാൽ നിങ്ങളുടെ ഒരു ചേഞ്ച് വന്നിരിക്കും. അതാണ് നമ്മുടെ മെയിൻ ലക്ഷ്യം, നമ്മളെ ഇമ്പ്രൂവ് ചെയ്യുക. അതെന്തായാലും നടന്നിരിക്കും. കാരണം നമ്മളിപ്പോ നാട്ടിൽ പഠിക്കുമ്പോ ഉള്ളൊരു വൈബോ ലൈക്ക് അവിടെ നമ്മൾക്ക് പെട്ടെന്ന് അഡ്ജസ്റ്റ് ആവാൻ പറ്റുമായിരിക്കും, നമ്മുടെ കൂടെയുള്ളതൊക്കെ മലയാളീസ് അങ്ങനെയൊക്കെ. ഇവിടെ നമുക്ക് അതൊന്നും പറ്റിയെന്ന് വരില്ല. ഇപ്പൊ ഞാൻ തന്നെ ഫസ്റ്റ് ഡേ സ്റ്റീഫൻസിൽ ഇങ്ങനെ ഭയങ്കര പ്രതീക്ഷയോട് കൂടി കയറി. എനിക്ക് ഹിന്ദി അറിയാൻ പാടില്ല. ഫസ്റ്റ് ഡേ തന്നെ ഇങ്ങനെ എന്തിനോ വേണ്ടി കുറെ ഓഫീസുകൾ മാറി കയറേണ്ടി വന്നു. അന്ന് തന്നെ ഞാൻ കരച്ചിൽ വന്നപ്പോ ലൈക്ക് എന്റെ ഇപ്പൊ, കാരണം അവര് പറയുന്ന ഹിന്ദി പോലും എനിക്ക് മനസ്സിലാവുള്ള.
ഞാനൊക്കെയാണെങ്കിൽ പാരന്റ്സിനാണെങ്കിൽ അതിലും വലിയ ടെൻഷൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് ഡേ ഡൽഹിയിലോട്ട് വന്നപ്പോ. ഞങ്ങൾക്ക് അങ്ങനെ ഡൽഹിയിൽ പരിചയക്കാരും ഇല്ല. ഞാനിങ്ങനെ പെപ്പിലെ ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്ത് കിട്ടിയ ഇൻഫോർമേഷൻ ഒക്കെ വെച്ചാണ് വരുന്നത്. അത് കഴിഞ്ഞ് ക്ലാസ്സിൽ ചെല്ലുമ്പോഴായാലും സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ ഇൻട്രൊഡക്ഷൻ ഒക്കെ കഴിഞ്ഞ് അവരൊക്കെ അങ്ങോട്ട് ഇങ്ങോട്ട് ഹിന്ദിയിലൊക്കെ സംസാരിച്ചു തുടങ്ങും. നമുക്കാണെങ്കിൽ അതൊന്നും മനസ്സിലാവൂല. പിന്നെ അവരുടെ കൂടെ ആണെങ്കിൽ ചെന്നിരിക്കാൻ നമുക്കങ്ങനെ അഡ്ജസ്റ്റ് ആവാൻ പെട്ടെന്ന് അങ്ങ് പറ്റില്ല. അതെനിക്ക് അഡ്ജസ്റ്റ് ആവാനില്ല. ഇപ്പോഴും ഞാൻ അഡ്ജസ്റ്റ് ആയിക്കൊണ്ട് തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷെ എന്നാലും ഏകദേശം ഒക്കെ ഞാൻ ഒന്ന് ഓക്കെ ആയി. പിന്നെ ഈ പറഞ്ഞ പോലെ ഈ ഹിന്ദി ഓഫ് കോഴ്സ് എനിക്ക് അറിയാൻ പാടില്ല. അതുകൊണ്ട് എന്റെ ലാംഗ്വേജ് എന്ന് പറയുന്നത് ഇവിടെ വന്നേ പിന്നെ ഇംഗ്ലീഷ് തന്നെയാണ്. പിന്നെ ഞാൻ മലയാളം പറയുന്നത് ഒന്നില്ലെങ്കിൽ അമ്മേനെ വിളിക്കുമ്പോൾ, അതല്ലെങ്കിൽ ഹോസ്റ്റലിൽ വന്ന് കുറച്ച് മലയാളികളടുത്ത് സംസാരിക്കുമ്പോഴാണ്. അപ്പോ സ്റ്റീഫൻസിലാണ് ഏറ്റവും കൂടുതൽ മലയാളി എന്നാണ് അറിയപ്പെടുന്നതെങ്കിലും എനിക്ക് എങ്ങനെ മലയാളം പറയാൻ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിലോട്ട് തന്നെ തിരിച്ചു. ഹോസ്റ്റലിലുള്ള കുറച്ച് മലയാളീസിന്റെ അടുത്താണ് ഞാൻ മലയാളം പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇംഗ്ലീഷ് നമ്മളിങ്ങനെ കണ്ടിന്യൂസ്ലി ഇംഗ്ലീഷ് സംസാരിക്കുന്നത് കൊണ്ട് അതിലൊരു നല്ല ഇമ്പ്രൂവ്മെന്റ് ഇവിടെ വന്നേ പിന്നെ വന്നിട്ടുണ്ട്. പിന്നത്തെ സ്റ്റീഫൻസിന്റെ ആണെങ്കിലും ബാക്കി DU കോളേജസിലാണെങ്കിലും ഏറ്റവും കൂടുതൽ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സൊസൈറ്റീസ് ആണ് ഇവിടുത്തെ. അത് എല്ലാ ഫീൽഡിനും പറ്റിയൊരു സൊസൈറ്റി ഉണ്ട്. ഇപ്പൊ എക്കണോമിക്സ് ആണ് എന്റെ ഫീൽഡ് ആയതുകൊണ്ട് എക്കണോമിക് സൊസൈറ്റി ഉണ്ട്, ഫൈനാൻസ് ആൻഡ് ഇൻവെസ്റ്റ്മെന്റ് ക്ലബ് ഉണ്ട് ഈ ഒരു റിലേഷനിൽ. പിന്നെ മാത്തമാറ്റിക്സ് സൊസൈറ്റി, കെമിസ്ട്രിയുടെ സൊസൈറ്റി, പിന്നെ ഡിബേറ്റിംഗ് സൊസൈറ്റി, സിവിൽ സർവീസ് ഫോറം. അതും ഈ സൊസൈറ്റീസ് എല്ലാം തന്നെ അത്യാവശ്യം നല്ല ആക്റ്റീവും ആണ്. ഇതൊക്കെ സീനിയേഴ്സ് ആണ് നടത്തുക. പക്ഷെ സീനിയേഴ്സ് എന്ന് പറഞ്ഞാലും നമുക്ക് പണികൾ തരും ചെയ്യാനായിട്ട്. ക്ലാസ്സിന്റെ കൂടെ തന്നെ ഈ സൊസൈറ്റിയിലെ കുറെ വർക്ക് നമുക്ക് വരും. സൊസൈറ്റി കയറാൻ തന്നെ ഇവിടെ നമ്മൾ എന്തെങ്കിലും ഓരോ കോളേജിനും ഓരോ പ്രൊസീജിയർ ആണ്. ഇപ്പൊ എന്റെ കോളേജിൽ പറയാനാണെങ്കിൽ ഫസ്റ്റ് സെമ്മിൽ ഞങ്ങൾ വർക്കൊക്കെ ചെയ്യണം. എന്നിട്ട് ഈ വർക്ക് ഞങ്ങൾ ചെയ്തത് ഞങ്ങള് സബ്മിറ്റ് ചെയ്യണം സീനിയേഴ്സിന്. അവരെന്നിട്ട് ഓരോ സൊസൈറ്റിക്ക് പല പ്രൊസീജിയർ, ചിലപ്പോ ഒരു ഇന്റർവ്യൂ ഉണ്ടാവും, ചിലപ്പോ ഒരു ടെസ്റ്റ് ഉണ്ടാവും. അതൊക്കെ കഴിഞ്ഞാണ് നമ്മൾ ഇവിടുത്തെ ഓരോ സൊസൈറ്റി കയറാം. അപ്പോ ഈ സൊസൈറ്റീസും നമുക്ക് ഭയങ്കര വലിയൊരു എക്സ്പോഷറാണ് തന്നെ. നമ്മൾ ചെയ്യാത്ത കുറെ പണികൾ നമ്മൾ ചെയ്യാൻ പഠിക്കും. പിന്നെ സീനിയേഴ്സ് ഇങ്ങനെ പറഞ്ഞു തരുമല്ലോ കുറെ കാര്യങ്ങളൊക്കെ, ഇങ്ങനെ കുറെ ഐഡിയേഷൻ ടാസ്ക്, അങ്ങനത്തെ കുറെ ടാസ്കുകൾ നമുക്ക് തരും. അപ്പൊ അവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ചേഞ്ച് ആണ് ഉണ്ടാവണേ. പിന്നെ ഓഫ് കോഴ്സ് ഇതൊരു ബ്രാൻഡ് നെയിം ആണ് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സർട്ടിഫിക്കറ്റ് കിട്ടാന്ന് വെച്ചാൽ. നമ്മൾ അത് ഏത് റെസ്യൂമി സബ്മിറ്റ് ചെയ്താലും അതിന് അതിൻ്റെതായ ഒരു വിലയുണ്ട്. ഇപ്പൊ സ്റ്റീഫൻസിന് ഇപ്പൊ നാട്ടിലായാലും ഇപ്പൊ പറഞ്ഞ പോലെ സ്റ്റീഫൻസിലാ പഠിക്കണേ എന്ന് പറഞ്ഞാൽ തന്നെ അതിന്റെ ഒരു വിലയാ. ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഏത് കോളേജിലെ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റ് ഇപ്പൊ പറഞ്ഞ പോലെ സിലബസ് ഇത്ര കട്ടിയാണ്, സിലബസിന് ആ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട്. അതുകൊണ്ടൊക്കെ തന്നെ ഇവിടെ നിന്ന് പഠിച്ചിറങ്ങാന്ന് പറയുന്നതിന് നല്ലൊരു വിലയുള്ളൂ. അതിപ്പോ നമ്മൾ ഏത് കമ്പനിയിൽ നമ്മൾ റെസ്യൂം സബ്മിറ്റ് ചെയ്താലും, ഇനി നമ്മൾ ഏതൊരു ജേർണിയിലേക്ക് കടന്നാലും, ഇപ്പൊ എന്തോ ആയിക്കോളട്ടെ, കമ്പനി ജോലി ആയിക്കോട്ടെ, നമ്മൾ ഏതെങ്കിലും ഒരു വേറൊരു വലിയ കോളേജിൽ നമ്മുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയാണെങ്കിലും അതെ, ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പാസ് ഔട്ട് ചെയ്താൽ അതിന്റെ ഒരു വിലയുണ്ട്. അതിപ്പോ ഏത് കോഴ്സ് ആണെങ്കിലും. എനിക്കിപ്പോ എന്റെ ഹോസ്റ്റലിൽ ഞങ്ങളൊരു ഗ്രൂപ്പ് ഓഫ് മലയാളീസ് ആണ്. അപ്പൊ ഞങ്ങളെല്ലാവരും പല കോഴ്സ്, അക്കൗണ്ട്, പൊളിറ്റിക്സ് ഉണ്ട്, ഹിസ്റ്ററി ഉണ്ട്, സോഷ്യോളജി, കെമിസ്ട്രി. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും ലൈക് ഷെയർ ചെയ്യുമ്പോൾ എല്ലാ കോഴ്സിന്റെയും പറ്റി ഡീറ്റെയിൽസ് ഞാൻ അറിയാറുണ്ട്. എല്ലാ കോഴ്സും ഇവിടെ ഭയങ്കര സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു സിലബസ് ആണ്. അത് ഞങ്ങൾക്ക് എല്ലാവർക്കും അതിൻ്റെതായ ഡിഫിക്കൽട്ടീസ് ഞങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ട്. എന്നാൽ ആ ബിഗിനിങ്ങിൽ ഞങ്ങൾ എണ്ണിപ്പറക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു, ഏത് കേരളത്തിൽ ഇവിടെ വരാൻ തുടങ്ങിയാണോ ഇത് നമുക്ക് പഠിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞങ്ങൾ അതൊക്കെ മാറ്റി, ഞങ്ങൾ തന്നെ ചേഞ്ച് ആയി. ഞങ്ങൾക്ക് തന്നെ ഇത് പറ്റും, ഇത് ഓക്കെയാണ്, അഡ്ജസ്റ്റ് ആയി എന്നുള്ളൊരു രീതിയിലോട്ട് ഞങ്ങൾ തന്നെ മാറാൻ തുടങ്ങി. അതിപ്പോ ഞങ്ങൾ എല്ലാവരും പറയും ആ ഫസ്റ്റ് വീക്ക് വന്നേക്കാളും നമ്മളൊക്കെ ഭയങ്കരമായിട്ട് ഇമ്പ്രൂവ് ആയില്ലേ. ഇതിപ്പോ എന്റെ വെറും ഒരു 5 months ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഈ പറയണേ. ഇത് കുറെ ഉണ്ട് ആക്ച്വലി എക്സ്പീരിയൻസ് എന്ന് പറയാനായിട്ട്. ഞാൻ 2 months ചെന്നൈയിൽ നിന്നു. എന്റെ ഫ്രണ്ട്സ് ആണെങ്കിൽ 2 months കുറെ പേര് നാട്ടില് SHലും സെന്റ് തെരേസസിലൊക്കെ ചേർന്നവരൊക്കെ ഉണ്ട്. അവരൊക്കെ ഇത് തന്നെയാ പറയുന്നത്. ഡൽഹി വന്നപ്പോ ലൈക്ക് വേറൊരു കൈൻഡ് ഓഫ് എക്സ്പോഷർ ആണ്. നാട്ടിൽ നിൽക്കണ ഇതിനെക്കാട്ടിലും ഒക്കെ ഒരു നമ്മളിൽ തന്നെ ഒരു ഡെവലപ്മെന്റ് ആണ് ലൈക്ക് ഇവിടെ പഠിക്കുമ്പോൾ നമ്മൾ കൊണ്ടുവരുന്നത്. അങ്ങനത്തെ ഒരു ചേഞ്ച് വരണമെങ്കിൽ നിങ്ങൾ ഓഫ് കോഴ്സ് ഇവിടെ തന്നെ വരണം. പിന്നെ എക്സ്പെക്ടേഷൻസ് വേഴ്സസ് റിയാലിറ്റി എന്ന് പറയുന്ന ഒരു സംഭവം ഓഫ് കോഴ്സ് ഉണ്ട്. നമ്മൾ ഈ പുറത്തുനിന്ന് കാണുന്ന പോലെ നാട്ടിൽ വെച്ചൊക്കെ ഞാൻ വിചാരിച്ചു സെന്റ് സ്റ്റീഫൻസ് എന്നൊക്കെ വെച്ച ലക്ഷറി ലൈഫിലേക്ക് ഉള്ളൊക്കെ അത്രയും സെറ്റപ്പ് ഒക്കെ ആയിരിക്കും, അങ്ങനെയൊക്കെ വിചാരിച്ചു. ലക്ഷറി ഒന്നല്ല, ബേസിക് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് അതിൻ്റെ ഉള്ളിൽ. ഇതെന്ന് പറഞ്ഞാൽ അറിയാലോ, പണ്ടത്തെ ബിൽഡിംഗ് ആണ്. 1883 പടുത്ത് തുടങ്ങിയേക്കുന്ന സംഭവമാണ് സ്റ്റീഫൻസ് കോളേജ്. ആ ബിൽഡിംഗ് തന്നെയാണ് അവർ ഇപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നത്. അത് ഓൾമോസ്റ്റ് എല്ലാ നോർത്ത് ക്യാമ്പസ് കോളേജസും അങ്ങനെ തന്നെയാണ്.
ഇപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ഈ റീലി കാണുന്ന പോലത്തെ പ്രൈവറ്റ് കോളേജസിന്റെ അത്രയും ലൈക്ക് വൻ ലക്ഷൂറിയസ് സെറ്റപ്പ് ഒന്നുമല്ല. ഒരു സിമ്പിൾ ഒരു ഈസ്തെറ്റിക് ബിൽഡിങ്സ്, ബേസിക് കമ്മ്യൂണിറ്റീസ് ഒക്കെ ആയിട്ട് അങ്ങനത്തെ ഒരു സംഭവം. പിന്നെ നോർത്ത് ക്യാമ്പസിന്റെ ലൊക്കേഷൻ ആണെങ്കിലും എന്റെ കൂടെ വന്ന പലരും പറയാറുണ്ടോ, ഞങ്ങൾ വിചാരിച്ച ഡൽഹിയല്ലേ ഇത്, ഞങ്ങൾ വിചാരിച്ചു ലൈക്ക് വൻ സെറ്റപ്പ് ഇന്ത്യ ഗേറ്റിന്റെ ആ ഒരു ഏരിയ ഒക്കെ പോലെ ഭയങ്കര സിറ്റി ലൈഫ്. അതൊന്നല്ല നോർത്ത് ക്യാമ്പസിന്റെ ഒരു ഏരിയ. അത് ഡൽഹിയുടെ വേറൊരു ഭാഗം, നോർത്ത് ക്യാമ്പസ് എന്ന് പറയുന്നത് ഡൽഹിയുടെ വേറൊരു ഭാഗമാണ്. അത് നമ്മുടെ തൊട്ടടുത്തൊക്കെ തന്നെയാണ്. അങ്ങനെ പിന്നെ ഇവിടെ വന്ന് പഠിക്കുമ്പോ പലപ്പോഴും നമുക്ക് തന്നെ ഒരു അക്കംപ്ലിഷ്മെന്റ് തോന്നുന്ന കുറെ സമയമുണ്ട്. ഇപ്പൊ ഇത് തന്നെ ലൈക്ക് ലാസ്റ്റ് ഇയർ ഞാൻ പെപ്പിൽ ഇതേപോലെ ക്ലാസ്സിന് കയറിയിരുന്നതും ലൈക്ക് ഇതൊക്കെ ഞാൻ എന്ന് കയറാനോ സ്റ്റീഫ്. എനിക്ക് എനിക്ക് മാത്സ് എടുത്തുകൊണ്ടിരുന്നത് മിറന്റെയിൽ ഒരാൾ, എക്കണോമിക്സ് എടുത്തത് ഹൻസ്രാജിലെ ഒരു ചേട്ടനൊക്കെ ആയിരുന്നു. അപ്പൊ ഞാൻ പലപ്പോഴും വിചാരിച്ചിട്ടുണ്ട്, ദൈവം ഇവനൊക്കെ എങ്ങനെ അവിടെ കയറി, ഞാനൊക്കെ ഇത് ഏത് കാലത്ത് ഹൻസ്രാജ് മിറന്റെ ഒക്കെ കാണാൻ, എനിക്കൊക്കെ ഇങ്ങനെയൊക്കെ നോർത്ത് ക്യാമ്പസിലോട്ടൊക്കെ കയറാൻ പറ്റുമോ, അങ്ങനെയൊക്കെ കുറെ ഡൗട്ട്സ് ഉണ്ടായിട്ടാണ് ഞാൻ കഴിഞ്ഞ കൊല്ലം ഇവിടെയൊക്കെ ഈ ക്ലാസ്സിലൊക്കെ ഇരുന്നത്. ഈ കൊല്ലം അപ്പൊ ഇവിടെ ലൈക്ക് എന്നെ വിളിച്ചപ്പോ തന്നെ ഓഫ്, എന്റെ വൈവയ്ക്ക് മുമ്പായിട്ടാണ് എന്നെ വിളിക്കുന്നത്, ഇങ്ങനെ ക്ലാസ് എടുക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ ക്ലാസ് ദൈവമേ ഞാനും ഒന്നൊക്കെ ആയിപ്പോയി. അതൊക്കെ ഒരു മൊമെന്റ് ആണ്. ലൈക്ക് നമുക്ക് തന്നെ നമ്മുടെ ഹാർഡ് വർക്കിന് റിസൾട്ട് കണ്ടു, നമ്മൾ ആ ഡ്രീംസിൽ എത്തി എന്നുള്ളതൊക്കെ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് പോലെ നമുക്കത് ഭയങ്കര ഒരു മോട്ടിവേഷൻ ആയിരിക്കും നമ്മുടെ ഇനിയത്തെ ഒരു ലൈഫിലോട്ട്. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇങ്ങനത്തെ ഒരു വലിയ കോളേജിൽ വന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഡ്രീംസ് പിന്നെ ഒട്ടും ലിമിറ്റഡ് അല്ല. നമ്മൾ പിന്നെ ഇതിൽ കൂടുതൽ എന്ത് ചെയ്യാമെന്നേ ആലോചിക്കുള്ളൂ. ഇപ്പൊ ഞാൻ സ്റ്റീഫൻസി കയറി ഏത് ഡൽഹി യൂണിവേഴ്സിറ്റി വരെ എത്തി, ഇനി ഇതിന്റെ മേളിൽ നമ്മൾ എവിടെ പഠിക്കാം, ഇതിന്റെ മേളിൽ ഇനി ഈ ഡിഗ്രി വെച്ച് നമ്മൾ എന്തൊക്കെ ചെയ്യാം. പിന്നെ നമ്മൾ അങ്ങനെ നാട്ടിലിപ്പോ പഠിച്ചിട്ടാണെങ്കിൽ അത് കഴിഞ്ഞ ഒരു MA, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് എത്തിയത് അങ്ങനെയല്ല, ഇതിന്റെ ഇടയിൽ നമുക്ക് വേറെ എന്തൊക്കെയോ ചെയ്യാം, വേറെ ലൈക്ക് പല രീതിയിലേക്ക് ഇതിനെ കൊണ്ടുപോവാം. നമ്മുടെ കരിയർ ഡെവലപ്പ് ചെയ്യണം, ഈ സബ്ജക്ട് നോളേജ് എന്നൊക്കെ പറയുന്നത് ഉണ്ടാക്കണം. അങ്ങനത്തെ നമ്മുടെ വ്യൂ പോയിന്റിൽ തന്നെ പല വ്യത്യാസം വരും. ഞാൻ ലൈക്ക് ഇവിടെ വരുന്നതിന് മുമ്പ് എന്റെ ഒരു തൊട്ട് സ്റ്റീഫൻസി പഠിക്കാം, ക്യാമ്പസ് പ്ലേസ്മെന്റ് നോക്കാം, ഒരു 1 ഇയർ 2 ഇയർ അങ്ങനെ വല്ല കമ്പനിയിലും വർക്ക് ചെയ്യുക, അത് കഴിഞ്ഞ് എന്റെ ഒരു പ്ലാൻ സിവിൽ സർവീസ് ആയിരുന്നു, അതിലോട്ട് പോവുക. അങ്ങനെയായിരുന്നു, അതായിരുന്നു എന്റെ ഒരു പ്ലാൻ. അത് കിട്ടൊന്നുമില്ല, MA പോയേ വേണ്ട. ഇവിടെ വന്നപ്പോൾ കുറെ പിള്ളേരുടെ അവരുടെ ഒക്കെ ഐഡിയാസ് ഒക്കെ വെച്ച് നോക്കി കഴിയുമ്പോൾ ഞാൻ പിന്നെ ഇപ്പൊ റീതിങ്ക് ചെയ്യാൻ തുടങ്ങി, അല്ലെങ്കിൽ ഞാൻ കുറച്ചും കൂടി ഈ പ്ലാൻ ഒന്ന് മോഡിഫൈ ആക്കിയാൽ ഇത് ഇങ്ങനെ ചെയ്താൽ കുറച്ചും കൂടി ഇംപ്രൂവ് ആവും. അങ്ങനെ ഒരു വേറൊരു കൈൻഡ് ഓഫ് ഐഡിയയും കൂടി എന്റെ മനസ്സിലോട്ട് വരാൻ തുടങ്ങി. അപ്പോ അങ്ങനെയൊക്കെ കുറെ ഇംപ്രൂവ്മെന്റ്സ് നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. അപ്പോ കുറെ ഡൗട്ട് നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവും, ഡൽഹി യൂണിവേഴ്സിറ്റി വരണോ വേണ്ടിയോ. പക്ഷെ ഗിവ് ഇറ്റ് ആൻ അറ്റംപ്റ്റ്, ലൈക്ക് try your best to get into Delhi University. That's what like I would say. കുറെ ഇതുണ്ട്, ചലഞ്ചസ് ഉണ്ട്, എന്നാലും നമ്മുടെ ഒരു ഓവറോൾ ഡെവലപ്മെന്റ് ഇവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോൾ ഓഫ് കോഴ്സ് നിങ്ങൾ ഈ ഡിസിഷൻ റിഗ്രറ്റ് ചെയ്യില്ല. കുറെ മിസ് ഔട്ട് ചെയ്യും നമ്മള്, അതെല്ലാം ഉണ്ട്. എന്നാലും ഈ പറഞ്ഞ പോലെ നമുക്ക് നമ്മളെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം, നമുക്ക് നമ്മുടെ തന്നെ ഒരു ബെറ്റർ വേർഷൻ കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഇങ്ങനത്തെ ലൈക്ക് ഒരു നല്ല യൂണിവേഴ്സിറ്റി തന്നെ വേണം. ഇപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഞാൻ ഇപ്പൊ എക്കണോമിക്സ് ഓണേഴ്സ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ ഇപ്പൊ സ്റ്റീഫൻസ് ഒക്കെ വെസ്റ്റ്, അതേപോലെ നിങ്ങളുടെ കോഴ്സിന് ഇപ്പൊ എനിക്ക് തോന്നുന്നു ബയോളജി സബ്ജക്ട്സിനൊക്കെ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി നല്ലതാണ്, ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി, അതൊക്കെ കുറെ യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഇങ്ങനത്തെ പേര് കേട്ടത്. അപ്പൊ നിങ്ങളെ ഒട്ടും നമ്മുടെ നാട്ടിൽ തന്നെ നിന്ന് പഠിക്കാം അങ്ങനത്തെ ഒരു തോട്ട് മാറി നിന്ന് എവിടെയാണ് ടോപ്പ് അവിടെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. ആ ടോപ്പ് സ്ഥലത്ത് പഠിക്കണതിന്റെ ഒരു അഡ്വാൻറ്റേജ് അത് നിങ്ങൾക്ക് എന്തായാലും ലൈഫ് ലോങ് ഉണ്ടാവും. ഇത് ഈ പറഞ്ഞ പോലെ ഈ കോളേജസ് ഒക്കെ ഒരു ബ്രാൻഡ് നെയിം ആണ്. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഈ ബ്രാൻഡ് നെയിം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നിങ്ങള് CUT എന്ന് പറഞ്ഞ സ്ട്രെസ് ഔട്ട് ആവാണ്ടിരിക്കുക. CUT നമുക്ക് ചെയ്യാൻ പറ്റാവുന്ന ഒരു കാര്യമാണ്, അതങ്ങനെ ഇമ്പോസിബിൾ തിങ് ഒന്നല്ല. പഠിച്ചു തുടങ്ങിയില്ലേ ഇപ്പൊ പഠിച്ചു തുടങ്ങിയാൽ മതി, എല്ലാം സെറ്റ് ആവാൻ പറ്റും. ഇപ്പൊ ഡിസംബർ ആയത്, ഇപ്പൊ നിങ്ങൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ബോർഡ് എക്സാമിന് തന്നെ ഫോക്കസ് ചെയ്യുക, അതിന്റെ ഇടയിൽ കൂടെ PYQs ഒക്കെ നോക്കുക. PYQs ഇൻ ദ സെൻസ് ഞാൻ പറയാം MCQs ഒക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. അത് CUTക്ക് വേണ്ടി മാത്രമല്ല, നിങ്ങളെ ബോർഡ് എക്സാമിന് ഹെൽപ്പ് ചെയ്യും. ബോർഡ് എക്സാം കഴിഞ്ഞ് ബാക്കി ഇപ്പൊ നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ വേണമെങ്കിൽ ലൈക്ക് വേറെ എന്താ പറയാ വേറെ
ലേഷർ ടൈമിനൊക്കെ പോകണ്ടാവും, വെക്കേഷനും സംഭവങ്ങൾക്കൊക്കെ പോകും എക്സാം കഴിഞ്ഞ്. അതൊക്കെ ഒന്ന് സാക്രിഫൈസ് ചെയ്യാൻ നോക്കാം. ഞാൻ എന്റെ എക്സാം കഴിഞ്ഞിട്ടാണ് ശരിക്കും പറഞ്ഞ CUT-ക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു പ്രിപ്പറേഷൻ തുടങ്ങുന്നത്. അതുകൊണ്ട് ഞാൻ എന്റെ ബോർഡ് എക്സാം കഴിഞ്ഞിട്ട് എനിക്കൊന്ന് കറക്റ്റ് ടൈം ടേബിൾ വെച്ച് ഈ നമ്മുടെ ബോർഡ് എക്സാമിന് റിലേറ്റഡ് ആയിട്ടുള്ള സിലബസ് കവറപ്പ് ചെയ്യുക. അത് കഴിഞ്ഞ് പിന്നെ PYQ അറ്റംപ്റ്റ് ചെയ്യുക. ആ സമയത്തൊക്കെ നല്ലോണം ഇരുന്ന് പഠിക്കുക. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനത്തെ ഒരു സ്ഥലങ്ങളിൽ എത്തിയാൽ അത് വല്ലാത്തൊരു ചേഞ്ച് തന്നെ ഉണ്ടാക്കും. അപ്പോ ഇപ്പൊ നിങ്ങൾക്ക് കുറെ ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം എന്താ ഇപ്പൊ എന്താ ഓഫ്കോഴ്സ് നിങ്ങളുടെ വീടുകളിലും ഒക്കെ ഒരു ചെറിയ പേടിയൊക്കെ ഉണ്ടാവും ഡൽഹി എന്നൊക്കെ പറയുമ്പോ. ഇതൊരു ഇമ്പോസിബിൾ തിങ് ഒന്നല്ല ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ എത്തിപ്പെടാന്ന് പറയുന്നത്. ഓഫ് കോഴ്സ് പോസിബിൾ ആണ്. ഞാൻ എനിക്ക് തോന്നുന്നു പ്രിപ്പറേഷൻ തുടങ്ങുന്നത് ജാനുവരിയിൽ എന്തോ ആണ്. 4 months ഒക്കെ ലൈക്ക് മോർ ദാൻ എനഫ് ആണ് CUT-ക്ക്. നിങ്ങളൊന്ന് വിചാരിച്ച് കൺസിസ്റ്റന്റ് ആയിട്ടൊന്ന് ഹാർഡ് വർക്ക് ചെയ്ത് ഇനി ഇത്രയും സമയം പോയത് പോയി, ലൈക്ക് എഫേർട്ട് ഇനി ആയാലും നിങ്ങൾ ഇട്ട് തുടങ്ങിയാലും CUT ഈസ് പോസിബിൾ. അതങ്ങനെ നിങ്ങൾക്ക് പറ്റാവുന്ന ഒരു കാര്യം തന്നെയാണ്. അത്രയും വേറൊരു ഡിഫിക്കൽറ്റി ലെവലിലോട്ടൊന്നും CUT-യുടെ പേപ്പർ പോകുന്നില്ല. അപ്പൊ NCERT മെനക്കി പഠിക്കുക, പഠിക്കുന്നത് പക്കയായിട്ട് പഠിക്കുക. അതാണ് CUT-യുടെ മെയിൻ തിങ്. കുറെ PYQs പ്രാക്ടീസ് ചെയ്യുക. പിന്നെ പെപ്പിൽ നിങ്ങൾ എൻറോൾഡ് ആയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. പക്ഷെ പെപ്പിൽ എൻറോൾഡ് ആയിട്ടുണ്ടെങ്കിൽ ദേ വിൽ ഹെൽപ്പ് യു എ ലോട്ട്. ഇപ്പൊ എന്റെ കാര്യം എന്ന് പറഞ്ഞാൽ എനിക്ക് ഇവര് തന്ന ഇൻഫർമേഷൻ മാത്രം വെച്ചാണ് ഞാൻ DU-ലേക്ക് വരുന്നത് തന്നെ. BAP ഒക്കെ ഞാൻ മിറന്റെ ഒക്കെ ഫിക്സ് ചെയ്ത് വന്നപ്പോ എനിക്ക് പോലും അറിയാൻ പാടില്ലായിരുന്നു BAP എന്താണ്. ഞാൻ ഇങ്ങനെ കോറയിലൊക്കെ വായിച്ച് BAP അലമ്പ് കോഴ്സാ. അപ്പൊ ഞാൻ വിചാരിച്ചു എന്നാ പിന്നെ വരണ്ട. അത് കഴിഞ്ഞാണ് ജിഹാദ മാമൊക്കെ വിളിച്ചു പറയണം മിറന്റെയിലൊക്കെ കിട്ടിയിട്ട് വരാതിരിക്കരുത്. മിറന്റെ ഇസ് ദ ലൈക്ക് ഏറ്റവും വൺ ഓഫ് ബെസ്റ്റ് കോളേജ് ആണ്. മിറന്റെ കിട്ടിയാലൊക്കെ എന്തായാലും വരണം. BAP ആണെങ്കിൽ അത് നല്ലതായിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ അങ്ങനെ ഓരോരുത്തരും അവരാണ് എനിക്ക് വേറെ ആൾക്കാരുടെ കോൺടാക്ട് നമ്പേഴ്സ് അയക്കാൻ തുടങ്ങി. അവരെ വിളിച്ചു നോക്കി കോഴ്സ് എങ്ങനെയുണ്ട്. അങ്ങനെ കണക്ട് ചെയ്തെങ്കിൽ വിചാരിച്ചു എന്നാ പിന്നെ വരാം, ലൈക്ക് നല്ല കോഴ്സ് ആയിരിക്കും. അത് കഴിഞ്ഞാണ് പിന്നെ സ്റ്റീഫൻസ് കിട്ടിയത്. പിന്നെ എന്റെ ആപ്ലിക്കേഷൻ ടൈമിലാണെങ്കിൽ തന്നെ എനിക്ക് ഒരു ഐഡിയ ഉണ്ടായില്ല. മിറന്റെ വന്നു, ഇനി ഇതിപ്പോ എന്ത് ചെയ്യണോ, ഫ്രീസ് ചെയ്യണോ അതോ നെക്സ്റ്റ് റൗണ്ടിന് വെക്കണോ. അതിനൊക്കെ എന്നെ നല്ലോണം ഹെൽപ്പ് ചെയ്തിരിക്കുന്നത് വെബ് തന്നെയാണ്. അത് ഇവിടെ വന്നിട്ടാണെങ്കിൽ തന്നെയും എനിക്ക് എടുത്തു പറയാനുള്ളത് ഇപ്പൊ ബാക്കി കോച്ചിങ് സെന്റേഴ്സ് ഒക്കെ തന്നെയാണെങ്കിലും എക്സാം കഴിഞ്ഞാൽ അവരുടെ ആ ഒരു ഇത് കഴിഞ്ഞു, ഇൻവോൾവ്മെന്റ് കഴിഞ്ഞു. പക്ഷെ ഇവര് ഞാൻ ഏത് ടൈമിൽ ഹെൽപ്പ് ചോദിച്ചിട്ടുണ്ടോ ആ ടൈമിലൊക്കെ വന്ന് എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പെപ്പിലൊക്കെ നിങ്ങൾ ജോയിൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റേ ആപ്ലിക്കേഷൻ പ്രൊസീജിയർ ആ സംഭവം ഒന്നും സ്ട്രെസ് ഔട്ട് ചെയ്യേണ്ട ആവശ്യം വരില്ല. അതൊക്കെ മറ്റേ നിങ്ങൾക്ക് എന്താ നമുക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യണമല്ലോ കോളേജസിന്റെ, അതൊക്കെ എന്തായാലും അവർ ഗൈഡ് ചെയ്യും. അപ്പൊ ഡൗട്ട് ഒരിക്കലും മനസ്സിൽ വിചാരിക്കേണ്ട. ഇപ്പോഴും ലൈക്ക് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ കയറണ്ടേ, പ്രിപ്പയർ ചെയ്യണ്ടേ. ഓഫ് കോഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്യണം. ഗിവ് ആൻ അറ്റംപ്റ്റ് ടു ഇറ്റ്. CUT നമ്മളെ കൊണ്ട് നടക്കാവുന്ന ഒരു കാര്യം തന്നെയാണ്. ഒന്ന് പഠിച്ചാൽ, ഞാൻ പറഞ്ഞില്ല NCERT ആൻഡ് പ്രാക്ടീസ് ദാറ്റ് ഇസ് ദ കീ ടു CUT. അപ്പോ അത്രയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി ലൈക്ക് നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ മെസ്സേജ് ഇട്ടാൽ മതി. ഐ വിൽ ലൈക്ക് ഗിവ് ദ റിപ്ലൈ ഇഫ് ഐ നോ. താങ്ക് യു സോ മച്ച് ജോയ. ഭയങ്കരമായിട്ട് നല്ല രസമായിട്ട് DU-ലെ കഥകളും പ്രിപ്പറേഷൻ ജേർണിയും ഒക്കെ നറേറ്റ് ചെയ്ത് തന്നു. ആൻഡ് ഇപ്പൊ ഇനി ഇതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട്സ് DU റിലേറ്റഡ് ആയിട്ടോ അല്ലെങ്കിൽ പ്രിപ്പറേഷൻ റിലേറ്റഡ് ആയിട്ടോ ഒക്കെ ഡൗട്ട്സോ കൺസേൺസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് വേഗം ചോദിക്കാം. ഹാൻഡ് റൈസ് ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ഇടുന്നുണ്ടെങ്കിൽ ഇടാം. ആസ് ജോയ മെൻഷൻ ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ വെച്ചോണ്ടിരിക്കേണ്ട, ഇപ്പൊ തന്നെ ചോദിക്കാം. ഓക്കെ, സ്റ്റീഫൻസിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ആണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ പോലെ അത് എനിക്ക് പറ്റിയൊരു മണ്ടത്തരമാണ്. ഞാൻ ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതാണ്, പറയണതിന്റെ ഇടയ്ക്ക് പറയാൻ മറന്നുപോയി. ഇവിടെ റെസിഡൻസ് ഫെസിലിറ്റി ഉണ്ട് നമുക്ക്. അത് കേരളത്തിൽ നിന്നൊക്കെ നമ്മൾ വരുന്നതുകൊണ്ട് നമുക്ക് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. എനിക്ക് പറ്റിയ മണ്ടത്തരം എന്താന്ന് വെച്ചാൽ ഞാൻ അപ്ലൈ ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് എന്തോ ഒരു നെഗറ്റീവ് ഇതായിരുന്നു. സ്റ്റീഫൻസ് ഒന്നും കിട്ടില്ല എന്നുള്ള രീതിയിൽ ഞാൻ പിന്നെ അത്ര മൈൻഡ് ആക്കിയില്ല. ഞാൻ റെസിഡൻസിന് ആപ്ലിക്കേഷൻ വെച്ചില്ല. അത് നമ്മൾ സ്റ്റീഫൻസിന്റെ സൈറ്റിൽ പോയി അപ്ലൈ ചെയ്യുമ്പോഴാണ് നമ്മൾ റെസിഡൻസിന് അപ്ലൈ ചെയ്യുന്നത്. അങ്ങനെ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ഒരാഴ്ച കുറെ സ്റ്റീഫൻസ് കറങ്ങിയടിച്ച് നടന്നു. അതുകൊണ്ട് ഇപ്പൊ ഞാൻ പുറത്തത്തെ ഒരു PG-യിലാണ് നിൽക്കുന്നത്. എനിക്ക് ഇനി അടുത്ത കൊല്ലം വേണം സ്റ്റീഫൻസിന്റെ റെസിഡൻസി കയറാൻ നോക്കാൻ.
ഫുഡ് ആൻഡ് അക്കോമഡേഷൻ റെസിഡൻസ് ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം നല്ല ചീപ്പായിട്ട് കിട്ടും. ഞാൻ ഈ പറഞ്ഞ പോലെ 8K അടിയിലൊക്കെ ഒരു മന്ത് വരുള്ളൂ. അത് നമുക്ക് ലൈക്ക് ഒരു സെമിസ്റ്റർ വൈസ് ആണ് അടയ്ക്കുക. 1 സെമ്മില് അത്രയാണ് ലൈക്ക് ടോട്ടൽ എമൗണ്ട്. 1 സെം എന്ന് പറഞ്ഞാൽ 6 മന്ത്സിന് നമ്മൾ ഒരുമിച്ച് അടയ്ക്കേണ്ടി വരും. അങ്ങനെയാണ് അക്കോമഡേഷൻ. കറണ്ട് ബില്ലൊന്നും നമുക്ക് എക്സ്ട്രാ വരില്ല, അതൊക്കെ ഇൻക്ലൂഡഡ് ആയിരിക്കും. അങ്ങനെയാണ് അവിടുത്തെ റെസിഡൻസസ് ഓക്കെ. ലൈക്ക് എന്റെ കുറെ ഫ്രണ്ട്സ് ഒക്കെ അവിടെ ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നത് കൊണ്ടൊക്കെ നമുക്ക് ലൈക്ക് ഡിസ്റ്റൻസ് ഒക്കെ കൂടുതലായതുകൊണ്ട് റെസിഡൻസ് കിട്ടാനുള്ള ഒരു അഡ്വാൻറ്റേജ് നമുക്ക് കൂടുതലാണ്. ഫുഡ് ആണെങ്കിലും അവിടുത്തെ ഓക്കെയാണ്. ലൈക്ക് ബിഗിനിങ്ങിൽ എന്തോ ഇഷ്യൂ ഒക്കെ അവർ പറഞ്ഞായിരുന്നു. ഇപ്പൊ അതൊക്കെ എന്തോ കറക്റ്റ് ചെയ്ത് ഫുഡൊക്കെ ഓക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ അതല്ല, നമ്മൾ പുറത്ത് താമസിക്കണമെങ്കിൽ ഇവിടെ അത്യാവശ്യം ഒരു ഇച്ചിരി എക്സ്പെൻസീവ് ആണ്. കാരണം ഡൽഹിയാണ്, പിന്നെ ഇത് നോർത്ത് ക്യാമ്പസിന്റെ ആ ഒരു റീജിയൻ ആണല്ലോ. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ ഒരു 5-6 കോളേജസ് ഉണ്ട്. ഇവിടുത്തെ പിള്ളേരൊക്കെ അതുകൊണ്ട് ഡിമാൻഡ് കൂടുതലായതുകൊണ്ട് തന്നെ ഇച്ചിരി എക്സ്പെൻസീവ് ആകും. നമ്മൾ അതല്ലാണ്ട് പുറത്ത് അക്കോമഡേഷൻ നോക്കിയാൽ, ഇപ്പൊ കോളേജിന്റെ ഉള്ളിൽ തന്നെ നോക്കുകയാണെങ്കിൽ അക്കോമഡേഷന്റെ ഇത് കുറഞ്ഞു കിട്ടും. റെസിഡൻസ് അപ്പൊ നിങ്ങൾ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ റെസിഡൻസിന് അപ്ലൈ ചെയ്യാൻ മറക്കരുത്. റെസിഡൻസ് കിട്ടുകയാണെങ്കിൽ ഇറ്റ്സ് ഓക്കെ, അത്യാവശ്യം ബഡ്ജറ്റിൽ നിൽക്കും, നമുക്ക് ഫെസിലിറ്റീസ് ഉണ്ട്. പിന്നെ അത് മാത്രമല്ല, റെസിഡൻസിൽ നിൽക്കുന്നതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ചാൽ നമുക്ക് എനിക്ക് 8:30 to ഒരു 5:30 വരെയൊക്കെ ഒരു കണ്ടിന്യൂസ് ക്ലാസ് ഒക്കെ ഉണ്ടാവും ചിലപ്പോൾ വേണമെങ്കിൽ. അപ്പൊ ഈ സൊസൈറ്റിയിലെ ആക്ടിവിറ്റീസ് ഒക്കെ വന്നു കഴിയുമ്പോൾ നമുക്ക് കുറച്ച് ലേറ്റ് ആയിട്ടൊക്കെ നിൽക്കേണ്ടി വരും. അപ്പൊ എനിക്കിപ്പോ അത് അത്ര പോസിബിൾ അല്ല. ഒരു ഇച്ചിരി ഡിസ്റ്റൻസ് ഉള്ളതുകൊണ്ട് അവിടെ നിന്ന് പിന്നെ രാത്രിയൊക്കെ തിരിച്ച് ഇങ്ങോട്ട് വരണം, അതൊന്നും നടക്കില്ല. അപ്പൊ റെസിഡൻസ് ആണെങ്കിൽ നമുക്ക് കുറച്ചും കൂടി കോളേജിൽ ഇങ്ങനെ ഇൻവോൾവ് ഒക്കെ ഒന്ന് ആയി നിൽക്കാൻ പറ്റും. സ്റ്റീഫൻസിന്റെ റെസിഡൻസ് അപ്പൊ അത്ര ഇഷ്യൂ ഒന്നുമില്ല. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ ബിൽഡിങ്സ് ആണ് മൊത്തത്തിൽ. നോർത്ത് ക്യാമ്പസിൽ എവിടെ നോക്കിയാൽ ഈ 80s 90s പണിത ബിൽഡിങ്സ് ആണ്. അത് അവർ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്തു പോകുള്ളൂ. അതുകൊണ്ട് അങ്ങനെ വൻ സെറ്റപ്പ് എന്നൊന്നല്ല, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിച്ചു പോകാനൊക്കെ പറ്റുന്ന ഒരു സെറ്റപ്പ് ഉണ്ട്. ബേസിക് കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ഫുഡ് ആയാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനത്തെ അറേഞ്ച്മെന്റ്സ് ഉണ്ട് അവിടെ. എനിത്തിങ് എൽസ്? ആർക്കെങ്കിലും ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ടോ അഡ്മിഷനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ ജോയ, എനിക്ക് തോന്നുന്നു ഡൗട്ടുകൾ അധികം പേർക്ക് ഇല്ലാന്ന് തോന്നുന്നു. നമുക്ക് സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. 1 hour ആയിട്ടുണ്ട് നമ്മളെ സെഷൻ. ജോയ, താങ്ക് യു. കാരണം ഡൽഹി യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ തന്നെ എന്ത് ചെയ്തു പറഞ്ഞു. ഓക്കെ. ഫാത്തിമ ജുമാനക്ക് എന്തോ ചോദിക്കാണ്ട്? ജുമാന പറയൂ, ചോദിച്ചോളൂ. ഞാൻ മുസ്ലിം കമ്മ്യൂണിറ്റി വരുന്നത് കൊണ്ട് സ്റ്റീഫൻസിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസസ് കുറയുന്ന ചാൻസ് ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നുമില്ല. ലൈക്ക് എന്റെ തന്നെ സീനിയേഴ്സ് ഇപ്പൊ കേരളത്തിൽ നിന്ന് വന്ന ഒരു മുസ്ലിംസിനൊക്കെ എനിക്കറിയാം. ഇവിടെ സ്റ്റീഫൻസിൽ ഇപ്പോ ഞാൻ പറഞ്ഞത് ക്രിസ്ത്യൻ മൈനോറിറ്റി കാൻഡിഡേറ്റ്സ് ആണെങ്കിൽ അവർക്കൊരു പ്രിഫറൻസ് ഉണ്ട്. പക്ഷെ അതല്ലാതെയും ലൈക്ക് ജനറൽ കോട്ട ലൈക്ക് അതല്ലാണ്ട് നമുക്ക് CUT വഴി സ്റ്റീഫൻസിൽ കയറാൻ പറ്റില്ല. അതെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഉണ്ടാവില്ല, കംപ്ലീറ്റ്ലി CUT ബേസ്ഡ് ആയിരിക്കും. അപ്പോ കുറച്ചും കൂടി ലൈക്ക് റാങ്ക് കൂടുതൽ വേണ്ടി വരും. ഇപ്പൊ എനിക്കെന്ന് വെച്ചാൽ ഇപ്പൊ CUT മാർക്ക് ഇച്ചിരി കുറഞ്ഞാൽ നമുക്ക് ഇന്റർവ്യൂവിൽ കയറ്റി പിടിക്കാം. നിങ്ങൾക്ക് CUT നല്ല പെർസെന്റേജ് മാർക്സ് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ ഒരു ഇഷ്യൂ ഇല്ല, കട്ട് ഓഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കയറാൻ പറ്റും. അതല്ലാണ്ട് പിന്നെ ബാക്കി ഇപ്പൊ ഇത്ര സീറ്റ്സ് ആണ് ക്രിസ്ത്യൻ മൈനോറിറ്റിക്ക് റിസർവ്ഡ് എന്നുള്ളത്. ബാക്കി സീറ്റ്സ് കംപ്ലീറ്റ്ലി CUT മാർക്സിന് വേണ്ടി CUT മാർക്സിന് ബേസ് ചെയ്ത് കൊടുക്കാനായിട്ടാണ്. അതിൽ ഏത് കമ്മ്യൂണിറ്റിക്ക് വേണമെങ്കിലും കയറാം. അതിലങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാവില്ല. ഇവിടെയും മുസ്ലിംസ് ഒക്കെ പഠിക്കുന്നുണ്ട്. ഓക്കെ. അപ്പൊ ജോയ, നമ്മളെ ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സൊസൈറ്റിയുടെ കുറിച്ച്, അതായത് ബാക്കി സെൻട്രൽ യൂണിവേഴ്സിറ്റിനേക്കാളും കുറച്ചുകൂടി ഒരു നല്ല ഫെസിലിറ്റിയാണ് സൊസൈറ്റികളിലൊക്കെ വർക്ക് ചെയ്യാന്നുള്ളതൊക്കെ. പിന്നെ പിയർ ഗ്രൂപ്പ് പ്രഷർ ആണ് എനിക്ക് തോന്നുന്നു ഒന്നുകൂടി മെൻഷൻ ചെയ്തത്. അത് നമ്മളെ ഇമ്പ്രൂവ് ചെയ്യാൻ എത്രത്തോളാണ് ഒരു ഡൽഹി ലൈഫ് ജോയിന്റെ അക്കാഡമിക്സിൽ അല്ലെങ്കിൽ അവളുടെ പേഴ്സണൽ ലൈഫിലൊക്കെ എത്രത്തോളം മാറ്റങ്ങൾ കൊണ്ടുവന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പൊ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ അതിന്റെ ഒരു പ്രത്യേകത എന്ത് ചെയ്തു,
അവള് പറഞ്ഞു നല്ല രസകരമായിട്ട് തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഡൗട്ടുകൾ ക്ലിയർ ചെയ്തെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ ഇനിയും മീറ്റ് ദ സ്കോളർ നമ്മൾ നെക്സ്റ്റ് മീറ്റ് ദ സ്കോളർ 29th അലിഗഡ് യൂണിവേഴ്സിറ്റിന്റെ ആണ്. അപ്പം ഇത് നമ്മളിപ്പോ മീറ്റ് ദ സ്കോളർ കൊണ്ട് ഉദ്ദേശിക്കുന്ന വിവിധ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സെൻട്രൽ യൂണിവേഴ്സിറ്റികളെ നിങ്ങളെ പരിചയപ്പെടുത്തുക. ഒപ്പം തന്നെ ആ ഒരു ഡിപ്പാർട്ട്മെന്റുകളും അല്ലെങ്കിൽ എങ്ങനെയാണ് അവരെ ഇപ്പൊ അവിടെ പഠിക്കുന്ന ആൾക്കാർ തന്നെ നമുക്കത് വിവരിച്ചു തരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യും, കുറച്ചുകൂടി എന്ത് ചെയ്യും, അത് ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ മീറ്റ് ദ സ്കോളർ വെക്കുന്നത്. ഇനിയും കണ്ടിന്യൂസ് ആയിട്ട് ഉണ്ടാവും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാ, നിങ്ങൾക്ക് എല്ലാവർക്കും ഇപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റി ആസ്പിറൻസ് ആയിരിക്കും എല്ലാവർക്കും അവരുടേതായ ഡ്രീം യൂണിവേഴ്സിറ്റി തന്നെ അച്ചീവ് ചെയ്യാൻ കഴിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. അപ്പൊ താങ്ക് യു ജോയ, താങ്ക് യു ഓൾ. താങ്ക് യു മാം, താങ്ക് യു ഗൈസ്.